بسم الله الرحمن الرحيم فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. من സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ വിശുദ്ധ ഉംറ നിർവഹിക്കാൻ പുണ്യഭൂമിയിലേക്ക് എത്തിയ അതിഥികളെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശൻ്റെ ഉടമയായ അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ ഞാൻ അടക്കമുള്ള നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിന് അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ ഓരോരുത്തരും പകർത്താനും പരിശ്രമിക്കുക. അതിനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പുണ്യഭൂമിയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവർ ആ ഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് ഇവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പുണ്യം വർദ്ധിക്കുന്നത് പോലെ ചെയ്യുന്ന തെറ്റുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ കട്ടിക്കൂടുമെന്നതോർത്തുകൊണ്ട് ശ്രദ്ധ ചെലുത്തി ജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ
തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ നാം വർഷങ്ങളായി. പ്രത്യേകിച്ച് ഈ ഫാമിലി ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാറുള്ളതായ സബ്ജക്റ്റ് ആദ്യത്തെ ആഴ്ചയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ അഖായിദ് ആണെങ്കിൽ, രണ്ടാമത്തെ ആഴ്ചയിൽ കർമ്മപരമായ കാര്യങ്ങൾ ഇബാദാത്ത് എന്നതും, മൂന്നാമത്തെ ആഴ്ചയിൽ സാമ്പത്തിക പ്രശ്നം ഇടപാടുകൾ ഉൾക്കൊള്ളുന്നതായ മുആമലാത്തുകളും, നാലാമത്തെ ആഴ്ചയിൽ അൽ അഖ്ലാഖ് എന്ന സ്വഭാവപരമായ കാര്യങ്ങളും ആണല്ലോ. വഴിക്ക് വഴി സംസാരിച്ച് ഇപ്പോൾ നാം എത്തിയിട്ടുള്ളത് ഇന്നത്തെ സബ്ജക്റ്റിൽ അൽ ഇബാദാത്ത് എന്ന വിഷയം ചർച്ച ചെയ്യേണ്ടെടുക്കലാണ്. ഇന്ന് അതാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്, നിങ്ങൾ ഓർക്കുന്നത് പോലെ. എന്നാൽ അൽ ഇബാദാത്ത് എന്ന വിഷയം ധാരാളം മുഖവരകൾ നൽകി ഇവിടെ കുറിപ്പുകൾ വിതരണം ചെയ്യപ്പെട്ടു. ആ വിഷയത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ, വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ, തിരുസുന്നത്തിലൂടെ നാം ഏകദേശം ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് എൻ്റെ സ്ഥിരം ക്ലാസ് മെമ്പർമാർ. അതിൽ കർമ്മശാസ്ത്രം വിശദീകരിച്ച് പറയാൻ നമുക്ക് ഒരു വർഷത്തിൽ ഉള്ളതായ ആഴ്ചകൾ തികയാത്തത് കൊണ്ട് ഷോർട്ടായിട്ടാണ് നാം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിലേക്ക് കടന്ന് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മുഖവരകൾ, അതിൽ നിന്നിട്ട് നിർബന്ധമായി പഠിക്കേണ്ടതായ മുഖവരകളും ഇവിടെ ഉണർത്തപ്പെട്ടത്. നമസ്കാരം എന്ന സബ്ജക്റ്റ് പറയുമ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ലക്ഷ്യമാണ് അത് എന്നത് നാം പഠിച്ചു. മുൻപുള്ള ഉമ്മകൾക്കെല്ലാം റബ്ബ് നിർബന്ധമാക്കിയ ഒരു അമലാണ് എന്നതും നാം പഠിച്ചു. കോലത്തിൽ ചാഞ്ചുണ്ടെങ്കിലും ഉള്ളടക്കത്തിൽ ഒരേ തത്വമാണ് ആരാധന. അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിനല്ലാതെ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളതല്ല. ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നതാണ് നമസ്കാരം. നമസ്കാരത്തിൻ്റെ മിക്ക അമലുകളിലും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അമല് നമ്മുടെ ദൈനംദിനം ഡ്യൂട്ടിയായി കറങ്ങിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി റബ്ബ് സൂര്യനെ കറക്കുന്നു. അതിനുവേണ്ടി റബ്ബ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നത് പോലെ വെള്ളമറക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ആരോഗ്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കഴിവിൻ്റെ എങ്ങനെ സാധിക്കുന്നു അങ്ങനെ നമസ്കരിച്ചാൽ മതി. പക്ഷേ ആരോഗ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനെ റബ്ബ് സൃഷ്ടിച്ചത് തന്നെ നമസ്കാരത്തിനാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് നമസ്കാരത്തിൻ്റെ അമലുകൾ വരുന്നത്. ആ റുക്കൂഉം ആ സുജൂദും കൈവക്കലും കാലുവക്കലും കൈപ്പൊക്കലും ഇതെല്ലാം നാം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മെ സൃഷ്ടിച്ചത് തന്നെ തിന്നാനാണല്ലേ, സമ്പാദിക്കാനാണ്. നമ്മെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാനാണ് എന്നത് സമ്മതിക്കേണ്ടി വരുന്നു. ആ ശൈലിയിലാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മെ നമ്മുടെ ആ ശരീരാകൃതിക്ക് നൽകിയതായ പ്രത്യേക ഇത്ഖാൻ എന്ന അറബി ഭാഷയിൽ പറയാം. അത് അള്ളാഹിൻ്റെ മാത്രം കഴിവാണ് സൃഷ്ടികൾക്ക് സാധിക്കുക. ഏതെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ ആൾ മാറി. നമുക്ക് തന്നെ തോന്നാണ് ഈ മൂക്ക് അവിടെ നിന്ന് മാറ്റി വെച്ചാൽ എന്താ സംഭവിക്കുക, ആ കണ്ണവിടുന്ന് ചേഞ്ച് ആയാലും എന്താ സംഭവിക്കുക, ആ കാത് ഊരി ചേഞ്ച് വരുത്താൻ പറ്റില്ല. അങ്ങനെ തന്നെ വേണം. ആ സുജൂദ് ചെയ്യാനുള്ള സ്ഥലം അങ്ങനെ തന്നെ ഇരിക്കണം. ആ സുജൂദിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതായ ആ അവയവങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് മാത്രമല്ല, നമസ്കാരത്തിൻ്റെ പുറത്ത് നിസ്കാരം കഴിഞ്ഞാൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞതായ ദിക്റുകൾ 33 ചെല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള വിരലുകൾ. അതെ, കൃത്യനിഷ്ഠത, തൻളീം ഇലാഹി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ തർത്തീബാണത്. ആ തർത്തീബ് അനുസരിച്ചുള്ളതായ നമസ്കാരത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. അതിൻ്റെ മധ്യത്തിൽ കാബയെ, മക്കയെക്കുറിച്ച് പറഞ്ഞു പട്ടണങ്ങളുടെ മാതാവ് എന്ന്. ആ മക്കയിലാണ് കാബ. എന്തിനു വേണ്ടി? ലോകത്തിൽ ഭൂമുഖത്തിൻ്റെ മീതെ ജീവിക്കുന്ന ഷിട്ടികൾ, ജിന്നാവട്ടെ ഇൻസാവട്ടെ, ആ കാബയിലേക്ക് പ്രയാസമില്ലാതെ മുന്നിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യാർത്ഥം. അപ്പോൾ ജോലി ചെയ്യാൻ പോകുന്നവർ പോകുന്ന ഫാക്ടറിയിൽ
അവർക്ക് ജോലി ചെയ്യാനുള്ള ഇഞ്ചനുണ്ട്, മിഷനുണ്ട്, യന്ത്രമുണ്ട് എന്നർത്ഥം. എല്ലാ സൗകര്യങ്ങളും, അതിനു വേണ്ടി വെള്ളം, അതിനു വേണ്ടി സൂര്യൻ കറങ്ങുന്നു. അപ്രകാരം ചന്ദ്രനും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് യസ്അലൂനക അനിൽ അഹില്ല, എന്താണ് നിലാവ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖുൽ, നിങ്ങൾ അവരോട് മറുപടി പറയൂ ദൂതരെ. എന്ത് പറയണം? ഖുൽ ഹിയ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ജനങ്ങൾക്ക് ടൈം അറിയാൻ, ജനങ്ങൾക്ക് സമയമറിയാൻ അതാണ്. അപ്പോൾ ഈ രൂപത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടിയും, ആരാധനകളിൽ ഏറ്റവും ഉത്തമമുള്ള ആരാധന അത് നമസ്കാരമായതുകൊണ്ടും, ആ നമസ്കാരത്തിന് വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഒരുക്കിയ രൂപങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്. ഏത്? നിങ്ങൾ കാബ മാത്രം പോരാ, എന്ത് വേണം? കാബയിലേക്ക് ഖിബിലയാക്കിയിട്ട് ലോകത്ത് പള്ളികൾ കെട്ടപ്പെടണം. ആ പള്ളികൾ കെട്ടാനുള്ള അനുവാദം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൽകിയത് സൂറത്തു നൂറിലൂടെ നാം പഠിച്ചു. അങ്ങനെ ലോകത്തിന് നാനാതുറകളിലും മുക്കിലും മൂലയിലും എന്ത് സംഭവിക്കുന്നു? പള്ളികൾ വരുന്നു. പറയും പോലെ ആ പള്ളികളിലാണ് നമസ്കരിക്കേണ്ടത്. പ്രത്യേകിച്ച് നാം പഠിച്ചു, പുരുഷന്മാരെ എവിടെ നമസ്കരിക്കണം? പള്ളികളിൽ നമസ്കരിക്കണം. പുരുഷന്മാര് പള്ളികളിൽ നമസ്കരിക്കണം. സ്ത്രീകൾക്ക് പള്ളികളിലും ആവാം, വീടുകളിലും ആവാം, എവിടെയാണ് സൗകര്യം കിട്ടുന്നത് അവിടെയാവാം. അപ്പോൾ ആ രൂപത്തിലുള്ള എല്ലാ കളമൊരുക്കൽ റബ്ബിൽ നിന്നിട്ട് വരുന്നു എന്ന് മാത്രമല്ല, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാഹ് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുരുട്ടുന്ന ഹൃദയം നെഞ്ചിൽ നിന്നിട്ട് തൊണ്ടക്കുഴിയിലേക്ക് പൊങ്ങിപ്പോകുന്ന അഭയാനകമായ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് പുരുഷന്മാര് കൂട്ടം കൂട്ടമായി ചെല്ലുന്നതായ ഒരു മഹാവീടുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. ആ വീട്ടിൽ നമസ്കാരവും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. ആ വീട്ടിലായിരിക്കണം പുരുഷന്മാരുടെ നമസ്കാരം എന്നും നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു. അങ്ങനെയുള്ള ആ വീട്ടിൻ്റെ മാതാക്കളാണ് ഇവിടെയുള്ളതായ വീടുകൾ. മക്ക പള്ളി, മദീന പള്ളി, ലോക വീടുകളുടെ ഉമ്മമാരാണത്. അതെ, അവർക്കും ലോകത്തിൻ്റെ മാതൃകയാണ്. ലോകത്തിൽ ജീവിക്കുന്ന സർവ മനുഷ്യരാശിക്ക് ഈ നാട് മാതൃകയാണ്. ആ മാതൃകയാകുന്ന നാട്ടിലേക്കാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഉംറക്കാരെ പോലോത്ത, ഹജ്ജിന് വരുന്നവരെ പോലോത്തവരെ റബ്ബുൽ ഇസ്സത്ത് സെലക്ട് ചെയ്ത് ലോകത്തിൻ്റെ നാനാതുറകളിൽ നിന്നിട്ട് കൊല്ലം ഇവിടെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്തിനാണ്? ലോകത്തിലുള്ള മുസ്ലിങ്ങൾ നിന്നിട്ട് ഹജ്ജിനോ ഉംറക്കോ വന്നിട്ട് പുണ്യഭൂമിയിലൂടെ കണ്ടുപഠിക്കാനുള്ളതായ ചാൻസ് കിട്ടാത്തവർക്ക് ഈ വരുന്നവർ മാതൃകയായി മാറാൻ വേണ്ടി അവർ ഈ ആവേശത്തോടെ ഉന്മേഷത്തോടെ കണ്ടുപഠിച്ചത് അവർ നാട്ടിലേക്ക് എത്തിച്ച് അവരെയും ബോധവാന്മാരാക്കാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും റബ്ബ് ഉണ്ടാക്കി തരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഹജ്ജിലൂടെ, ഉംറയിലൂടെ എന്നാണ് ഖുർആന്റെ സൂചന. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ നാം ഈ ചർച്ച ചെയ്ത് വരുന്നതായ നമസ്കാരം ആർക്ക് വേണ്ടി നമസ്കരിക്കുന്നു? സർവശക്തനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു. അല്ലേ? നമ്മെന്ത് പറയുന്നു? ഇന്ന സലാത്തി, എൻ്റെ നമസ്കാരങ്ങളാ സകലം, എൻ്റെ പ്രാർത്ഥനകളാ സകലം, ഒനുസുഖി എൻ്റെ നേർച്ച വഴിപാടുകളും, ഒമഹയ്യായ എൻ്റെ ജീവിതവും, ഒമമാത്തി എൻ്റെ മരണവും ആർക്കാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത്തഹിയ്യാത്തു ലില്ലാഹി, നമ്മുടെ നാട്ടുകാർ പറയൽ അത്തഹിയ്യാത്തു, അസ്സലവാത്തു, അത്തയ്യിബാത്തു ആർക്കാണ്? ലില്ലാഹി. അതെല്ലാം അള്ളാഹ്ക്കാണ്. നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, സമർപ്പണങ്ങൾ, സമ്മാനങ്ങൾ, തഹിയ്യാത്തുകൾ ആർക്കാണ്? റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനാണ്. അപ്പോൾ ആ മാന്യനായ നേതാവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ
റബ്ബിൻ്റെ നിബന്ധന, റബ്ബിൻ്റെ നിയമം വരുന്നു. അത് നിങ്ങൾ സാധാരണ രൂപത്തിലായാൽ പോരാ, പിന്നെയോ അതിനൊരു പ്രത്യേക ശുദ്ധീകരണം അനിവാര്യമാണ്. അതാണ് നമ്മുടെ വിഷയം, ശുദ്ധീകരണം, തഹാറത്ത്. തഹാറത്തില്ലാതെ നമസ്കാരം നടക്കൂല. മദീന പഠിപ്പിക്കുന്ന തഹാറത്ത്, മക്ക ലോകത്തിന് കാഴ്ചവെച്ച തഹാറത്ത്, മക്കയാണ് ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്ന മഹാ തഹാറത്ത്. അതേതാണ്? അല്ലേ? യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ. അതെ, അവിടെ രണ്ട് ശുദ്ധീകരണം പറയുന്നു. മക്കയിൽ വെച്ചിട്ട് ആദ്യം ഇറങ്ങിയതായ സൂറത്തുകളുടെ കൂട്ടത്തിലോ സൂറത്തിൽ എന്താണ്? ഒന്നാമത് ഡ്രസ്സ് ശുദ്ധിയാവണം, ഡ്രസ്സ് ശുദ്ധിയാവണം. അപ്രകാരം ആത്മാവും ശുദ്ധിയാവണം. എന്തിൽ നിന്നിട്ട്? കണ്ടതും കേട്ടതും പൂജിക്കുന്നതിൽ നിന്നിട്ട്. കല്ലുകരട് കാഞ്ഞരക്കുറ്റി മുതൽ മുള്ളുമുറുടെ മുറുക്കം പാമ്പ് വരെയുള്ള വസ്തു വ്യക്തി പൂജ, കണ്ടതും കേട്ടതും പൂജിക്കുക, തുളസി പൂജിക്കുക, കഷ്ടിക്കുന്ന മുത്രിക്കുന്ന ഷെട്ടികളെ പൂജിക്കുക, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ അഴുക്കാണ്. അവകളിൽ നിന്നിട്ട് ശുദ്ധിയാവണം. വെറുത്ത് നിൽക്കണം. ശുദ്ധിയാക്കിയാൽ മാത്രം പോരാ, അതിനോട് അറുപ്പും വെറുപ്പും ഉടലെടുക്കണം. അത് മക്കയിലുണ്ടായ ശുദ്ധീകരണം പഠിപ്പിക്കപ്പെട്ടത്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശുദ്ധീകരണം നമുക്ക് പഠിപ്പിക്കുമ്പോൾ, ഈ ഇസ്ലാം ശുദ്ധീകരണം പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ധാരാളം ഭാഗങ്ങൾ, പോയിന്റുകൾ ഇതിലുണ്ട്, ധാരാളം നുക്കാത്തുകളുണ്ട്. അത് നമ്മുടെ വുദൂഇലേക്കും കുളിയിലേക്കും തയമ്മുമിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ മതം ശുദ്ധിയുടെ മതമാണ്. ഈ മതം ശുദ്ധിയെ പ്രേരിപ്പിക്കുന്ന മതമാണ്. ഈ മതത്തിൻ്റെ ചിഹ്നമാണ് ശുദ്ധി എന്ന കാര്യം. അത് മറ്റു മതസ്ഥർക്കില്ലാത്തത് കൂടിയാണ്. അതെ, മറ്റു മതസ്ഥർക്ക് ആ നിർബന്ധമില്ല. അവർക്ക് ടിഷ്യൂ പേപ്പർ മതിയാവും, അവർക്ക് ഏത് രൂപത്തിലും മതിയാകും. അവർക്ക് നാം അഴുക്കായി കാണുന്നതെല്ലാം അവരുടെ ദൃഷ്ടിയിൽ അഴുക്കല്ല, നമുക്കറിയാവുന്നത് പോലെ. പക്ഷേ ഉമ്മത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, അതുപോലെ അഹ്ലി കിതാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിൽപ്പെട്ടതാണ്. ഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടവരിലൂടെ, നിയമാവലികൾ ഇറക്കപ്പെട്ടവരിലൂടെ, നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടവരിലൂടെ നമുക്കറിയാം. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة. മുമ്പ് പോയ സാർവവും അവളോട് കൽപ്പിക്കപ്പെട്ടതെന്താണ്? ആത്മാർത്ഥമായി നിങ്ങൾ എന്ത് വേണം? അള്ളാഹ്ക്ക് മാത്രം നമസ്കരിക്കണം, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. നമസ്കാരത്തെ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. സക്കാത്ത് നിർവഹിക്കണം. ദീനുൽ ഖയ്യിമ, അതാണ് മെച്ചപ്പെട്ട ദീൻ, അതാണ് ചൊവ്വായ മതം, അതാണ് അള്ളാഹിന്റെ മതം. അതെ, ആ മതത്തിൽ അള്ളാഹു ഇറക്കിയതായ ഭാഗമാണ് ശുദ്ധീകരണം. നമുക്ക് ഉള്ള പ്രത്യേകത, നാം 5 വക്ത് നമസ്കരിക്കുന്നു. 5 വക്ത് നമസ്കരിക്കുമ്പോൾ 5 വക്ത് ശുദ്ധീകരിക്കുന്നു. 5 വക്ത് നമസ്കരിക്കുമ്പോൾ 5 വക്ത് ശുദ്ധീകരിക്കുന്നു. റസൂല് ചോദിക്കുക തന്നെ ചെയ്യും, നിങ്ങളുടെ വാതിലിൻ്റെ തൊട്ട് ഒരു കുളം ഉണ്ടാവുകയാണെങ്കിൽ, ആ കുളത്തിൽ ഒരു മനുഷ്യൻ 5 തവണ കുളിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ആ മനുഷ്യരിൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈ, വല്ല അഴുക്കും ശേഷിക്കുമോ? സഹാബാക്കളുടെ മറുപടി ലാ റസൂലേ, ഇല്ല, ശേഷിക്കുകയില്ല. അപ്രകാരമാണ് 5 നേരത്തിന് വേണ്ടി, 5 നേരത്തുള്ള നമസ്കാരത്തിന് വേണ്ടി നാം ഉദു പിടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഉദുവിൻ്റെ വെള്ളം തട്ടുന്ന അവയവങ്ങളിലൂടെ ഉണ്ടാകുന്ന ചെറുദോഷങ്ങളെല്ലാം അതിലൂടെ, അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ, അതിൻ്റെ അവസാനത്തെ തുള്ളിയിലൂടെ ശുദ്ധീകരിക്കപ്പെടുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, അതാണ് ശുദ്ധീകരണം കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം. എന്ന് മാത്രമല്ല, നാം ശുദ്ധീകരിക്കാൻ വേണ്ടി റബ്ബ് കൽപ്പിച്ചതായ അവയവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തും അഴുക്കുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന അവയവമാണ്. കാറ്റ് തട്ടാനും
അപ്രകാരം മറ്റു ഏത് മലിനങ്ങൾ തട്ടാനും, ഏത് സമയത്തും മണലുകൾ തട്ടാനും, ഏത് സമയത്തും അഴുക്കാവാനും സാധ്യതയുള്ളതായ ഭാഗമാണ് നമ്മളോട് 5 നേരത്തും കഴുകാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ കഴുകാതിരിക്കുന്നവരുടെ കൂടെ ഉണ്ടാകുന്നതായ അഴുക്കിനെ കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാർ, മുസ്ലിങ്ങളല്ലാത്തവർ തന്നെ പഠിച്ച് പറയുകയാണ്. എണ്ണൊക്കെ പറയുന്നത് മെല്ലിനുകളാണ്, അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടായാലോ ഇല്ലെങ്കിലോ നമ്മുടെ ഈമാൻ കുറയാനോ കൂടാനോ പോകുന്നില്ല. പക്ഷേ അവർ സമ്മതിക്കുന്നു, മെല്ലിനുകൾ, ബാക്ടീരിയ അവരുടെ ഓരോ മനുഷ്യൻ്റെ ഈ ബാഹ്യമായ അവയവങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നു ദൈനംദിനം തട്ടുന്നതായ മലിനങ്ങളിലൂടെ. അത് ദൈനംദിനം അപ്പോൾക്കപ്പോൾ ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരുന്നില്ലെങ്കിൽ അതിലൂടെ ധാരാളം രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ അത് അവരൊരു പക്ഷേ കഴുകുന്നുണ്ടെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഭൗതിക ശുദ്ധീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടോ മാത്രമുള്ള കഴുകലായിരിക്കും. റബ്ബ് എന്ത് കൽപ്പിച്ചു നമ്മോട്? അതൊരു ഇബാദത്തായി മാറ്റി, അത് ആരാധനയാക്കി മാറ്റി, അതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടുന്നതായ അമലാക്കി മാറ്റി. അത് മഹാനേട്ടമല്ലേ? നാം നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്കും പരലോകമോക്ഷത്തിനും വേണ്ടി ചെയ്യുന്നതായ അമലുകൾ ചെയ്യുന്ന വേളയിൽ അതിൽ ആത്മാർത്ഥതയുണ്ടാകുമ്പോൾ, അത് ഇബാദത്തായി മാറുമ്പോൾ, നിയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ എന്ത് കിട്ടുന്നു? പ്രതിഫലം ലഭിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത് നാം സാധാരണ ഇവിടെ പറയാറുള്ളത് പോലെ നമസ്കാരത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ, നോമ്പിൻ്റെ പ്രത്യേകത പറയുമ്പോൾ, ഹജ്ജിൻ്റെ പ്രത്യേകത പറയുമ്പോൾ, ഭൗതിക നേട്ടങ്ങളെല്ലാം ഊന്നിപ്പറഞ്ഞിട്ട് മറ്റു ഭാഗങ്ങളെ തള്ളുന്നില്ലെങ്കിൽ അവഗണന ശൈലി വന്നു പോകുന്നതായ രൂപങ്ങൾ പലരിലും കാണാറുണ്ട്. അത് നാം അംഗീകരിക്കാറില്ല, അത് നാം അംഗീകരിച്ചു കൊടുക്കാറില്ല. എന്തുകൊണ്ട്? നാം നോമ്പ് പിടിക്കുന്നത് ശരീരാരോഗ്യത്തിന് വേണ്ടിയല്ല, നാം വുദു പിടിക്കുന്നത് ശരീരാരോഗ്യത്തിന് വേണ്ടിയല്ല. അത് കിട്ടുന്നു, അത് ലഭിക്കുന്നു. അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? റബ്ബിൻ്റെ കൽപ്പന നാം അംഗീകരിക്കുന്നു. റബ്ബിൻ്റെ കൽപ്പന അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് വരുന്നു? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ചെയറിൽ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ ഈ ചെയർ ശുദ്ധിയാക്കുന്നു എന്ന് നിയത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ചെയർ നിയത്തൊന്നും ഇല്ലാതെ ക്ലിയർ ആക്കി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ഭൗതികമായ എന്തിനും നിയത്തിൻ്റെ ആവശ്യമില്ല. അതേ സമയത്ത് അള്ളാഹുമായി ബന്ധപ്പെടാൻ തീരുമാനിക്കുന്നതായ വേളയിൽ അള്ളാഹ് നമ്മളോട് കൽപ്പിച്ച അമലുകൾ ചെയ്യുമ്പോൾ നാം മദീനയിലൂടെ പഠിച്ച സഹീൽ ജാമിഉ സഹീൽ തുടക്കത്തിലുള്ള ആദ്യത്തെ ഹദീസായ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി വമൻ കാനത് ഹിജ്റതുഹു ലിഇംറഅത്തിൻ യൻകിഹുഹാ. റസൂല് പറയുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയ്യ, ഏത് അമലുകളും അതിൻ്റെ നിലനിൽപ്പ്, അത് സ്വീകരിക്കപ്പെടുക എന്നത്, അതിൻ്റെ പരിപൂർണത ലഭിക്കുക എന്നത് നിയ്യത്തിലൂടെ മാത്രമാണ്. ഹസറാണത്. അറബി ഭാഷയിൽ, അറബിക്ക് ഗ്രാമറിൽ അതിന് ഹസർ എന്ന് പറയുക, അത് അതിൽ മാത്രമെന്ന് ക്ലിപ്തമാക്കി പറയലാണ്. അപ്പോൾ നിയ്യത്തില്ലാതെ വുദൂഇല്ല, നിയ്യത്തില്ലാതെ നമസ്കാരമില്ല, നിയ്യത്തില്ലാതെ ഹജ്ജില്ല, നിയ്യത്തില്ലാതെ ഉംറയില്ല, നിയ്യത്തില്ലാതെ നോമ്പില്ല. നമുക്കെല്ലാം അറിയാം അല്ലേ? അതാണ് നിയ്യത്തിൻ്റെ പ്രത്യേകത. എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു, ഇത് മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല. ഭൗതികമായ ഒരു ലക്ഷ്യം ഇതിൻ്റെ മുമ്പിൽ ഇല്ല. അപ്പോൾ ഭൗതികമായ ലക്ഷ്യങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിലോ ഉണ്ടായിക്കോട്ടെ, അത് നിയ്യത്തല്ല. അതെന്തല്ല? നിയ്യത്തല്ല. അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ട് നാം അമൽ ചെയ്യാനും പാടുള്ളതല്ല. വ്യായാമം കിട്ടട്ടെ, ഒന്ന് പള്ളയുടെ വയറ്റൊക്കെ കുറയട്ടെ, ഒരു 100 റക്അത്ത് നിസ്കരിക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. അതിനുവേണ്ടിയല്ല നമസ്കാരം ശർഅക്കപ്പെട്ടത് എന്നർത്ഥം. അതെ. അപ്പോൾ നാം ചർച്ച ചെയ്തു വരുന്നതായ അത്തഹാറ എന്ന ശുദ്ധീകരണം, ആ ശുദ്ധീകരണം പറയുമ്പോൾ സന്ദർശകർ പ്രയാസപ്പെടേണ്ടതില്ല. സന്ദർശകരെ ബാധിക്കുന്ന, മദീനയെ തൊട്ട് സംസാരിക്കുന്ന, മസ്ജിദ് ഖുബ തൊട്ട് സംസാരിക്കുന്ന, മദീനത്തെ പള്ളിയെ തൊട്ട് സംസാരിക്കുന്ന വിഷയങ്ങളും കൂട്ടത്തിൽ വരും. അപ്പോൾ അവർക്കും അത് മുതൽക്കൂട്ടാവുകയും ചെയ്യും.
ഓർമ്മ പുതുക്കാൻ മുമ്പ് ഒരു പക്ഷെ പഠിച്ചതായിരിക്കാം സാധ്യതയുണ്ട്. അതെ, തഹാറത്ത് എന്ന പദം അറബി ഭാഷാർത്ഥത്തിൽ തദുല്ലു അലൻ നഖാഇ, ശുദ്ധിയാവുക, ക്ലിയറാക്കുക എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന തഹാറ എന്ന ആ 3 അക്ഷരത്തിലൂടെയാണ് തഹാറത്ത് ഉടലെടുത്തത്. ഖുർആനിൽ തഹൂർ എന്നുള്ള പറഞ്ഞത് പരിശോധിക്കുകയാണെങ്കിൽ ഭാഷാ പണ്ഡിതന്മാർ പറയും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, നാം ആകാശത്തിൽ നിന്നിട്ട് ശുദ്ധിയുള്ള വെള്ളത്തെ നിങ്ങളിലേക്ക് ഇറക്കി എന്ന് റബ്ബ് പറയുമ്പോൾ ആ തഹൂർ എന്ന പദത്തിൻ്റെ അകത്ത് സ്വന്തം ശുദ്ധിയാവുന്നതോടൊപ്പം മറ്റുള്ളതിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട് എന്നുകൂടി നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു മറ്റുള്ളതിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുള്ളതായ വെള്ളമാണ് തഹൂറായ വെള്ളമെന്ന ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അറബി ഭാഷയിൽ ആ പദമാണ് ഉപയോഗിച്ചത് എന്നർത്ഥം. അപ്പോൾ വെള്ളം അള്ളാഹ് ഇറക്കിയത് തഹൂറാണ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധി മാത്രമല്ല. എന്തിനാണ്? ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് അവിടേക്ക് നിങ്ങൾ എത്തണം. അതെന്താണ്? വെള്ളം അല്ലാഹ് ഇറക്കുന്നത് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, വെള്ളം അല്ലാഹു ഇറക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വെള്ളം അല്ലാഹ് ഇറക്കുന്നത് കേൾക്കാൻ പോകുന്നത് പോലെ. എന്തുകൊണ്ട് അല്ല എന്ന് പറയാൻ കാരണം അതിൽ നാൽക്കാലികൾ നമ്മോട് തുല്യതയുണ്ട്. പോത്ത് കുടിക്കുന്നില്ലേ, കഴുത കുടിക്കുന്നില്ലേ, ആട് കുടിക്കുന്നില്ലേ, നാൽക്കാലികൾ കുടിക്കുന്നു. അപ്പോൾ അത് മാത്രമാണെന്ന് വെക്കുകയാണെങ്കിൽ തുല്യ പ്രത്യേകതയില്ലല്ലോ. അതുകൊണ്ടാണ് തഹൂറായിരിക്കാണ് വെള്ളം. എന്തുകൊണ്ട്? അതിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കേണ്ട ഒരു വിഭാഗം ബുദ്ധി എന്ന പ്രത്യേകത നൽകിയും കൊണ്ട്, വിവേകമെന്ന പ്രത്യേകത നൽകിയും കൊണ്ട്, തക്ലീഫ് ഇറക്കിയും കൊണ്ട് റബ്ബ് സൃഷ്ടിച്ച ഇൻസ് ജിന്ന് ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടിയാണ് തഹൂറായ വെള്ളം ഇറക്കിയത്. അതെ, അതാണ് നാം ഓതി കേൾപ്പിച്ചതായ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞത്. നിങ്ങൾ അല്പം മുമ്പ് ആയത്ത് കേട്ടല്ലോ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദറിൽ പോയവർക്കറിയാം അവിടെയുള്ളതായ മസ്ജിദ് അരീഷ് എന്ന പള്ളിയുള്ള സ്ഥലത്ത് റസൂൽ ക്യാമ്പടിച്ചതായ ഭാഗവും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചതായ ആ കുളത്തിൽ അല്ലെങ്കിൽ ആ കിണറിൽ വെള്ളം നിലനിർത്താൻ വേണ്ടി സൂക്ഷിച്ചവർക്ക് പിന്നെയും ഉപയോഗിക്കേണ്ട ആവശ്യാർത്ഥം അള്ളാഹു അവിടെ മഴ ഇറക്കുകയും ചെയ്തു. ആ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ലക്ഷ്യമായിട്ട് പറയുന്നു. എന്താണ് അവിടെ നടന്നത്? യുനസ്സിലു അലൈക്കും മിനസ് സമാഇ, ആകാശത്തിൽ നിന്നിട്ട് ബദരീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി. ബദരീങ്ങൾക്ക് വേണ്ടി വെള്ളമിറക്കി, നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി. എന്തിനാണ്? ലിയുതഹിറക്കും ബിഹി, നിങ്ങൾ അതിലൂടെ ശുദ്ധീകരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ജനാപത്തുണ്ടാകുമ്പോൾ കുളിച്ച് ശുദ്ധീകരിക്കാൻ, നിങ്ങൾ അഴുക്കാകുമ്പോൾ ചെറിയ അശുദ്ധിയാണെങ്കിൽ ഒന്ന് പിടിച്ച് ശുദ്ധീകരിക്കാൻ, അങ്ങനെ നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറാൻ വേണ്ടിയാണ് അവിടെ നിങ്ങൾക്ക് ഞാൻ വെള്ളമിറക്കിയതെന്ന് നമ്മുടെ നേതാക്കളായ അന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഉന്നതരാണെന്ന് നാം പഠിച്ചു വരുന്നവരായ നബിയുടെ നബിയും നബി അത് തന്നെയാണ് റസൂലുള്ളാഹി അള്ളാഹുവോട് പറഞ്ഞത്, ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ, ഇവരെ നീ നശിപ്പിച്ചാൽ ലൻ തുഅബദ്, പിന്നെ നിന്നെ ആരാധിക്കാൻ വേറെ ആരും ഇല്ലല്ലോ റബ്ബേ. ബദരീങ്ങളെ പോലത്തെ മനുഷ്യന്മാർ അന്നുണ്ടോ ലോകത്തില്ല എന്ന് പറയപ്പെട്ട വിഭാഗത്തിന് വേണ്ടിയാണ് ഈ വെള്ളത്തെ അവിടെ ഇറക്കിയപ്പോൾ അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഉതുപിടിക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്ന കുളി നടത്താനും ആണ് അതവിടെ ഇറങ്ങിയത് എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിലാക്കാം വെള്ളമിറങ്ങിയതിൻ്റെ പിന്നിലുള്ള ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ട മെയിൻ ലക്ഷ്യം എന്താണ്? അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ മാനദണ്ഡമാക്കി ഉപയോഗിക്കാൻ, സബബാക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വെള്ളം വേസ്റ്റാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വെള്ളം വേസ്റ്റാക്കാൻ ഉദു പിടിക്കുമ്പോൾ കടലിൽ നിന്നിട്ട് പിടിച്ചാലും ഇസ്രാഫ് പാടില്ല, തബ്സീർ പാടില്ല, വേസ്റ്റാക്കാൻ പാടില്ല, കൂടുതൽ പ്രാവശ്യം കഴുകാൻ പാടില്ല, പറഞ്ഞത്ര തന്നെ കഴുകണം. കാരണം കൃത്യനിഷ്ഠതയാണ് അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നത് എന്നതുകൊണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, ആയത്തിൻ്റെ തുടക്കം
ഓതിയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് നീങ്ങാം. അള്ളാഹ് എന്താ പറഞ്ഞത്? ഇത് തസ്തഗീസൂന റബ്ബക്കും. അവിടെ ബദരീങ്ങളെല്ലാം ഒന്നിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന കഥ. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് സഹായാഭ്യർത്ഥന തേടിയ സന്ദർഭം. മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്നാ പറയുന്നത്. നമുക്കിറങ്ങിയ ആയത്തിൽ മുസ്ലിം ലോകത്തോട് പറയുന്നത് നിങ്ങൾ, അഥവാ നിങ്ങളുടെ നേതാക്കൾ. ഇത് തസ്തഗീസൂന റബ്ബക്കും. അപ്പോഴോ റബ്ബിനോടാണ് ഇസ്തിഗാസ ചെയ്തത്, ഷിട്ടികളോടല്ല, കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോടല്ല, അല്ലെങ്കിൽ മുമ്പ് മരിച്ചുപോയി ഇബ്രാഹിമിനോടല്ല. റസൂൽ ഇബ്രാഹിമിനെ വിളിക്കാമായിരുന്നു. അബൂബക്കർ ബേക്കിൽ തന്നെയുണ്ട്, അലിയുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഏറ്റിക്കൊടുക്കുന്ന അവരുടെ മീതെ നിന്ന് വീഴ്ന്നു പോകുന്ന പുതപ്പിനെ റസൂല് പ്രാർത്ഥനയിൽ മുഴുകിയത് കാരണത്താൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇത്ര പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തില്ലേ നിങ്ങളെ റബ്ബ് സഹായിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ സമാധാനിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. റസൂലോ പഠിപ്പിക്കുകയാണ്, നമുക്ക് പഠിപ്പിക്കുകയാണ്. എത്ര തന്നെ റബ്ബ് വാഗ്ദാനം ചെയ്താലും ഷിട്ടികൾ അംഗീകരിച്ച് ദാസത്വം അടിമകൾ അംഗീകരിച്ച് തന്നെയായിരിക്കണം ജീവിക്കേണ്ടത്. അത് നാം ഇവിടെ പഠിച്ച മെയിൻ തത്വങ്ങളിൽപ്പെട്ടതാണ്. ആരും മറന്നു പോകരുത്. ഇവിടെ സ്വർഗത്തിന് ടിക്കറ്റ് ഇറങ്ങപ്പെട്ട സഹാബാക്കൾ മൊത്തത്തിലും അതിൽ ആദ്യമായി ഇറങ്ങിയ 10 പേരും ഏതെങ്കിലും ഒരു നിലക്ക് ആ സ്വർഗത്തിന് ടിക്കറ്റ് ഇറങ്ങിയ ശേഷം തഹജ്ജുദ് നമസ്കരിക്കുന്നതിൽ വീഴ്ച വന്നു, വിത്ർ നമസ്കരിച്ചതിൽ വീഴ്ച വന്നു, നോമ്പ് പിടിക്കുന്നതിൽ വീഴ്ച വന്നു, ധർമ്മം ചെയ്യുന്നതിൽ വീഴ്ച വന്നു, യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ പോരാടുന്നതിന് വീഴ്ച വന്നു. അവരിൽ നിന്നിട്ട് അറിയുകയില്ലേ അവർ സ്വർഗത്തിൽ പോകുന്നവരാണെന്ന്? അള്ളാഹ് പറഞ്ഞത് ഉറപ്പാണ്, വഹിയാണ് ഇറങ്ങിയത്. ഞങ്ങൾ സ്വർഗത്തിലാണെന്ന് അവർക്ക് ഉറപ്പില്ലേ? സ്വർഗത്തിലാണെന്ന് 100% ഉറപ്പുണ്ടായിട്ട് പോലും അവരുടെ പ്രവർത്തനം പേടിയോട്, ഭയത്തോട്, ഖൗഫോട്, റജാഓട്, റഹബത്തോട് കൂടിയായിരുന്നു എന്നതാണ് നാം പഠിച്ചത്. അതുകൂടി നാം മനസ്സിലാക്കണം. ബദ്രീങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു എന്ന് കേൾക്കുമ്പോൾ, നമ്മുടെ അനുശ്ചിത നേതാവ് കേണപ്പഴിച്ചു എന്ന് കേൾക്കുമ്പോൾ, അത് നാം എത്രമാത്രം ഇത്തരം കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു. നമുക്കൊക്കെ ചെറിയൊരു 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു ഉംറ ചെയ്താൽ, ഒരു ഹജ്ജ് ചെയ്താൽ, ഒരു അല്പം ധർമ്മം ചെയ്താൽ, അല്പം ദീനുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ എന്തോ ഒരു തോന്നൽ, എന്താ ഞാനൊക്കെ ഇപ്പം അള്ളാഹിലേക്ക് അടുത്തില്ലേ, ടിക്കറ്റൊക്കെ സ്വർഗത്തിൻ്റെ പോക്കറ്റുള്ളത് പോലെ. അല്ല, ഒരിക്കലുമല്ല. നാം ബാലൻസ് ശരിയാക്കി ജീവിക്കണം. ഖൗഫ് ഭയം, റജാ ആഗ്രഹം. ഖൗഫ് എപ്പോഴും നരകത്തിന്, അള്ളാഹിന്റെ ശിക്ഷയെ, അള്ളാഹിന്റെ കോപത്തെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹ് പറഞ്ഞ മറ്റൊരു ശൈലിയുണ്ട്. ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കൂ അവരോട്, ലാ അദ്രി, എനിക്കറിയുകയില്ല, മാ യുഫ്അലു ബി വലാ ബിക്കും, നിങ്ങളെയും എന്നെയും അള്ളാഹ് എന്ത് കാട്ടൂ. എന്തിനാണത്? റസൂലിൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ ഷെട്ടികളുടെ ആരുടെ കയ്യിലോ ജിബ്രീലിൻ്റെ കയ്യിലോ പോലും ഒന്നുമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും അള്ളാഹ് എന്ത് കാട്ടുമെന്ന് എനിക്ക് അറിയുകയില്ല. ലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യ സംഭവം മറിഞ്ഞുപോയ കാര്യം അറിയുമെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ധാരാളം നന്മകൾ ഞാൻ വർദ്ധിപ്പിച്ചിരുന്നേനെ. റസൂലിനോട് പറയുകയാണ് അല്ലാഹു, ഞാൻ നന്മയോ തിന്മയോ ചെയ്യാനുള്ളതായ കഴിവ് എൻ്റെ കൂടെ റബ്ബ് എനിക്ക് നൽകിയിട്ടേ ഇല്ല. ജനങ്ങളെ നന്നാക്കാം, ഇത് സത്യത്തിലേക്കുള്ള മാർഗം, ഇത് അസത്യത്തിലേക്കുള്ള മാർഗം. ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ പോകാം, ഇങ്ങനെ ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരും. പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രം, ആരാധന അല്ലാഹുക്ക് മാത്രം, ജീവിതവും മരണം അല്ലാഹുക്ക് വേണ്ടി മാത്രം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. നിന്റെ കൂടെ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. നിനക്കാണ് അറിവ്, നിനക്കാണ് നേർച്ച, നിനക്കാണ് ജീവിതം, നിനക്കാണ് മരണം എന്നീ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക. അത് മരണം വരെ, അവസാന നിമിഷം വരെ നീ അള്ളാഹിൻ്റെ ദാസനാണെങ്കിൽ ഈ തീരുമാനത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടതില്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു നമ്മുടെ നേതാക്കൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഏത് കാര്യം? എപ്പോഴും വീഴ്ചബോധം, എപ്പോഴും കുറ്റബോധം, എപ്പോഴും വീഴ്ചബോധം, കുറ്റം. അപ്പോഴാണ് തെറ്റ് തിരുത്താൻ നമ്മെ പ്രേരിപ്പിക്കുക. ഞാൻ നിറഞ്ഞുപോയി, ഞാനിപ്പോൾ പരിപൂർണതയിലേക്ക് എത്തിപ്പോയി, എന്നിൽ തെറ്റൊന്നുമില്ല, ഞാൻ നല്ല മനുഷ്യനായി പോയി, ഞാൻ ആചാരല്ലേ, ഞാൻ ഉംറ ചെയ്ത ആളല്ലേ, ഞാൻ നോമ്പ് പിടിച്ച ആളല്ലേ, ഞാൻ നമസ്കരിച്ച ആളല്ലേ എന്നൊക്കെ തോന്നിപ്പോകരുത്. അതാണ് ഉജുബ്. അത് മാരകമായ രോഗമാണ് ഹൃദയത്തിൽ പിടിപെടുന്നത്. ഉജുബ് അതൊരിക്കലും നമ്മളിൽ പാടുള്ളതല്ല.
എപ്പോഴും വീഴ്ചബോധം ഉണ്ടാവുക, കുറ്റബോധം ഉണ്ടാവുക. അപ്പോഴോ അപ്പോൾ പ്രേരണ ഉണ്ടാകും. മറ്റുള്ള ആളെ അപേക്ഷിച്ചിട്ട്, നേതാക്കളെ അപേക്ഷിച്ചിട്ട്. ആയിഷയൊക്കെ ഒരായത്ത് ഓതിയിട്ട് കുറേ മണിക്കൂറുകൾ കഴിച്ചുകൂട്ടലാണ്. ഒരായത്ത് നമസ്കാരത്തിൽ ഓതിയിട്ടേ അബ്ദുല്ലാഹിബ്നു അബ്ബാസോ മറ്റോ പറയാണ്, ഓർമ്മയിൽ വരുന്ന അത് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓതിക്കൊണ്ടുണ്ടായിരുന്നതായ ആയത്ത് ഞാൻ പട്ടണത്തിൽ പോയി ആവശ്യം നിറവേറ്റി വരുമ്പോൾ അവരതന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെ ഒരായത്തന്നെ ഓതി പ്രയാസപ്പെട്ട് കരയാണ് നമസ്കാരത്തിൽ. നമ്മുടെ ഉമ്മേ, നമുക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അത് കോലപ്പെടാറുണ്ടോ? ഇല്ല, നമ്മുടെ നിഘണ്ടുന്ന് പുറത്താണത്. നമ്മുടെ നിഘണ്ടുന്ന് പുറത്താണത്. കാരണം നമുക്ക് അതിനൊന്നും പ്രാക്ടീസ് ഇല്ല. 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്നാൽ തന്നെ എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടണമെന്ന് തോന്നല. പ്രയാസമാണ് എപ്പോഴാണ് ഒഴിവാവുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സൂറത്തുൽ അഅറാഫ് മഗ്രിബ് നമസ്കാരത്തിൽ ഓതിയതാണ്. നമുക്കെങ്ങനെ നാം കൈകൾക്ക് ഓടും. ഇമാമിന് രാജാജി ഇനിമേൽ നിങ്ങൾ നിസ്കാരത്തിൽ പറ്റൂല. സൂറത്തുൽ അഅറാഫേ നീണ്ട ചർച്ച കാണാം ഇമാമുകളുടെ ഇടയിൽ. എന്താ റസൂലുള്ളാഹി സൂറത്തുൽ അഅറാഫ് ഓതിയത്? നീണ്ട സൂറത്തല്ലേ, അപ്പോൾ അത്ര വലിയ സൂറത്ത് മഗ്രിബ് നമസ്കാരത്തിൽ ഓതാൻ പാടുണ്ടോ? അത്ര ടൈമുണ്ടോ? അപ്പോൾ നമ്മുടെ ഇമാമുകൾ മറുപടി നൽകുന്നതായിട്ട് കാണാം. അതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെ മറുപടി, അല്ലെങ്കിൽ മാഖൂലായ മറുപടി. എന്താണ്? ഒരു സൂറത്തുൽ അഅറാഫ് ഓതുന്ന ടൈമാണ് മഗ്രിബ് നമസ്കാരത്തിനുള്ളത്. ആ സമയമാകുമ്പോൾ ഷഫഖുൽ അമർ എന്ന ആ ചുവപ്പ് കളറ് ആകാശത്തിൽ നിന്നിട്ട് നമ്മോട് വിട വാങ്ങുന്നതാണ്. റസൂൽ വിധി പഠിപ്പിക്കുകയാണ്, റസൂൽ നിയമം പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? റസൂൽ സൂറത്തു തൂർ ഓതിയിട്ടുണ്ട്. അപ്രകാരം തന്നെ വൽ മുർസലാത്തി ഉർഫൻ നമുക്കിവിടെ പരിചയമുണ്ട്. മഗ്രിബ് നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. അതേസമയത്ത് മഅവദത്തീൻ ഓതിയിട്ടുണ്ട്. ചെറിയ ചെറിയ സൂറത്ത് ഓതിയിട്ടുണ്ട്. ചിലപ്പോൾ റസൂലുള്ളാഹിന്റെ ബേക്കിൽ പുതുതായിട്ട് നജ്റാനോ അല്ലെങ്കിൽ യമനിൽ നിന്നിട്ടോ നിവേദക സംഘങ്ങൾ വന്നിട്ടുണ്ട്. അവർ നിസ്കരിക്കാൻ കൂടെയുണ്ട് എന്നതറിഞ്ഞാൽ അവരെ ഹൃദയത്തെ തട്ടുന്ന തൗഹീദിന്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഓതി, സൂറത്തുകൾ ഓതി അവരെ ഞെട്ടിപ്പിക്കുന്ന ശൈലി റസൂൽ ഉപയോഗിക്കും. ആ നമസ്കാരം തന്നെ ദഅവത്താക്കി മാറ്റും പോലെ. പക്ഷെ നമ്മുടെ ഖൗമ് അവിടേക്കൊന്നും വേണ്ടതുപോലെ എത്തിയിട്ടില്ല എന്നതാണ് ദുഃഖം, എന്നതാണ് കഷ്ടം, എന്നതാണ് പ്രയാസം. എന്തുകൊണ്ട്? അത്ര ആഴത്തിലിറങ്ങി നാം ദീനിൻ്റെ കാര്യമൊക്കെ പഠിക്കാൻ നമുക്ക് ടൈമില്ല. അങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോട്ട് കൺട്രോളായിട്ട് ആരായിരിക്കുക? പിന്നെ നെറ്റായിട്ട് ആരാ കഴിച്ചു കൂട്ടുക? പിന്നെ ഈ ചവറ്റുകൊട്ടൻ്റെ താഴെ ആരായിരിക്കുക? പിന്നെ ഈ ആയിരക്കണക്കിന് കുസ്തികൾ ആരാ കാണുക? 100 പന്തുകളി ആര് കണ്ടു തീർക്കും? ഈ ക്യാരം ബോർഡൊക്കെ ആര് കളിച്ചു തീർക്കും? അതൊക്കെയാണ് പ്രശ്നം. വേസ്റ്റായ കുറേ മസാഹാത്തുകൾ നമ്മുടെ എന്തിൽ? നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ബ്രെയിനിൽ. പ്രയാസപ്പെടരുത്, അതിഥികൾ പ്രയാസപ്പെടരുത്. ഞങ്ങളുടെ ശൈലി അങ്ങനെയാണ് ഇവിടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാം എന്ത് പറഞ്ഞു? അവിടെ സഹാബാക്കൾ അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥനം ബദറിൽ വെച്ച് നടത്തിയ രംഗം പറഞ്ഞപ്പോഴാണ് നാം പറഞ്ഞത്, അവിടെ എന്തിനാണ് മഴ ഇറങ്ങിയത്? അള്ളാഹ് പറയുന്നു, എന്തിനാണ് ബദറിൽ ഞാൻ മഴ ഇറക്കിയത്? നാളെ ഖതീബിൽ ഞങ്ങളിവിടെ ഞാൻ വിദ്യാർത്ഥിയായ കാലത്ത് ഇവിടെ മദീന വിദ്യാർത്ഥികളായ ഉപരിപഠനം നടത്താൻ വേണ്ടി വന്ന പണ്ഡിതന്മാരൊക്കെയാണോ നിങ്ങളുടെ മുമ്പിൽ പലരും ഇരിക്കുന്നത്? അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ പണ്ട് 35-36 കൊല്ലം മുമ്പ് കോളേജിൽ വിദ്യാർത്ഥിയായ കാലം. ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് അബ്ദുൽ സമദ് അൽ ഖാത്തിബിൻ്റെ നേതൃത്വത്തിൽ മദീന യൂണിവേഴ്സിറ്റിയിൽ അന്ന് അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയതായ ഒരു റിഹല, ഒരു വിസിറ്റ് നടത്തിയതായ വേളയിൽ ബദറിൽ ഞങ്ങൾ 2 ആഴ്ചയോളം ഏകദേശം കഴിച്ചു കൂട്ടിയിരുന്നു. ബദറും അതിൻ്റെ പരിസരവും പഠിക്കാൻ വേണ്ടി. ആ ഖതീബ് ബദറും, ഖതീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂഴിക്കുന്ന്. കണ്ടില്ലേ പൂഴിക്കുന്ന്? അള്ളാഹു പറഞ്ഞതായ ഇത് അൻതും ബിൽ ഉദ്വത്തി ദുനിയ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ വറക്ബു അസ്ഫല മിൻകും വലൗ തവാഅത്തും ലഖ്തലഫ്തും ഫിൽ മിആദി വലാകിൻ ലിയഖ്ദിയല്ലാഹു അംറൻ കാന മഫ്ഊല. ശത്രുക്കൾ ഉദ്വത്തുൽ ഖുസ്വയിലും നിങ്ങൾ ഉദ്വത്തുൽ ദുനിയയിലും, ആ 2 സ്ഥലവും ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അവിടെ
ഉദ്വത്തുൽ ഖുസ്വ യാംബുയിലേക്ക് പഴയ റൂട്ടിൽ കൂടി പോകുമ്പോൾ വരുന്നതായ ജംഗ്ഷനിൽ ഇടത് ഭാഗത്ത് നോക്കിയാൽ അവിടെയും കാണാം ഒരു പൂഴിക്കുന്ന്. അവിടെയായിരുന്നു ശത്രുക്കൾ ആദ്യം വന്ന് ക്യാമ്പടിച്ചത്. അതിലേക്കാണ് റബ്ബ് സൂചന നൽകുന്നത്. ശത്രുക്കൾ അവിടെയും നിങ്ങൾ ഇവിടെയും, ആരും തമ്മിൽ അങ്ങനെ ഒന്നും അവിടെ എത്തിയിട്ടുണ്ടെന്ന വാർത്ത അറിഞ്ഞിട്ടില്ല. അള്ളാഹ് തീരുമാനിച്ചത് നിങ്ങളെ ഏറ്റുമുട്ടിക്കണം എന്നതാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ തീരുമാനം അവിടെ നടന്നു, നിങ്ങളുടെ തീരുമാനം നടന്നില്ല. അള്ളാഹിന്റെ തീരുമാനം എന്താണ്? ലിയുഹിഖൽ ഹഖ്ഖ, സത്യം പുലരണം, വയുബ്തിലൽ ബാതില, അസത്യം പരാജയപ്പെടണം. അതാണ് സത്യം പുലരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അങ്ങുമിങ്ങും ഏറ്റുമുട്ടിപ്പിച്ചു. എന്നിട്ട് ഇസ്ലാമിൻ്റെ മുൾച്ചട്ടികളായ അനത്തടിയന്മാരിൽ നിന്നിട്ട് 70 പേരുടെ കരളും കഴുത്തും അവിടെ മുറിച്ചിട്ടു. എവിടെ? ഖലീബ് ബദറിൽ. ആ സന്ദർഭം എങ്ങനെ ലഭിച്ചു? പ്രാർത്ഥനയിലൂടെ, യത്നത്തിലൂടെ, പ്രയാസത്തിലൂടെ, പട്ടിണിയിലൂടെ, അള്ളാഹുവിനോടുള്ളതായ ആത്മാർത്ഥതയോട് കൂടിയുള്ള സമീപനത്തിലൂടെ. അതാണ് റബ്ബ് പറയുന്നത്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് മാത്രം നിങ്ങൾ ക്ഷമയാചനം അല്ലെങ്കിൽ ഇസ്തിഗാസ സഹായാർത്ഥം തേടിയതായ സന്ദർഭത്തെ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ ഓർക്കുക. ഫസ്തജാബലക്കും, അല്ലാഹ് പറയുന്നു. ഫ, ഈ ഫ അറബിക് ഗ്രാമറിൽ തഖീബിന്റെ ഫ എന്നാണ് അതിന് പറയുക. എന്ന് പറഞ്ഞാൽ ഉടൻ താമസമില്ല. പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ജിബ്രീൽ മുമ്പിൽ, മീകായിൽ ബാക്കിൽ, കാണുന്നത് 1000 മലക്കുകളാണ് എന്ന് ജിബ്രീൽ പറയുന്നു. ഫസ്തജാബലക്കും, ഉടനെ നാം നിങ്ങൾക്ക് മറുപടി നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000 മലക്കുകളെ ഇതാ ആദ്യം പിടിച്ച 1000 പേരെ സമാധാനത്തിന് വേണ്ടി, ഹൃദയശാന്തിക്ക് വേണ്ടി 1000 മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, പേടിക്കേണ്ടതില്ല. അവരുടെ മൊയിൻകുട്ടി വൈദ്യർ പറയും പോലെയുള്ളതായ 18 ആയുധത്തിനൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയും പോലെ. അപ്പോൾ അങ്ങനെയുള്ള രംഗത്തിൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനം നൽകാൻ വേണ്ടി നാം മലക്കുകളെ ഇറക്കിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വെള്ളത്തെയും ഇറക്കി. എന്തിനാണ് മുസ്ലിം ലോകമേ, ബദരീങ്ങൾക്ക്, നിങ്ങളുടെ നേതാക്കൾക്ക് വെള്ളമിറങ്ങിയത്? അത് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ളതായ ആരാധനകൾ നിലനിർത്താനുള്ളതായ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, കുളിക്കാൻ വേണ്ടിയാണ്, ഉദു പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? നാം പറഞ്ഞു വന്നു, നമ്മുടെ ചിഹ്നമാണ് ശുദ്ധീകരണം, മുസ്ലിങ്ങളുടെ ചിഹ്നമാണ് ശുദ്ധീകരണം. മറ്റു ഉമ്മകളിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നവരാണ് ഈ വിഷയത്തിൽ നാം. നോക്കൂ, നാം 8 നൂറ്റാണ്ട് സ്പെയിൻ ഭരിച്ചു അല്ലേ? നാം 8 നൂറ്റാണ്ട് സ്പെയിൻ ഭരിച്ചു, നമ്മുടെ കയ്യിലായിരുന്നു. അതേ കാലഘട്ടത്തിൽ നാം ഇന്ത്യയെയും ഭരിച്ചു 800 കൊല്ലം. മുസ്ലിങ്ങൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സംഭവം നടന്നു. പക്ഷേ അവിടെയുള്ള ക്രിസ്തീയ പുരോഹിതന്മാരുടെ വാക്കുകൾ ഇന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. മുസ്ലിങ്ങളെ നാം പുറത്താക്കിയപ്പോൾ നാം കൊന്നത് അവർ കൊണ്ടുവന്നതായ ശുദ്ധീകരണത്തെയാണ്. എന്തിനാ കൊന്നത്? അവർ കൊണ്ടുവന്ന ശുദ്ധീകരണത്തെ നാം കൊന്നു. അത്രയും അറപ്പും വെറുപ്പുമാണ് അവർക്ക് ശുദ്ധീകരണത്തോട്. അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ആരാധനയാണ്. ഒരു വ്യക്തിക്ക് ഒരു 6 മാസം കുളിക്കാതിരുന്നാൽ അത് അള്ളാഹിലേക്ക് അടുത്താൾ. ഏറ്റവും അടുത്താൾ 1 കൊല്ലം കുളിക്കാതിരുന്നാൽ, ഒരു 10 കൊല്ലം കുളിക്കാതിരുന്നാൽ അതിലും അടുത്തു. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പഴമൊഴി തന്നെയുണ്ട്. ഡോക്ടർമാരൊക്കെ, ഇംഗ്ലീഷൊക്കെ അറിയുന്നവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിൽ വെച്ചിട്ട് പറയാൻ പേടിയുണ്ട്, എന്നാലും അവർ പറഞ്ഞു വരുന്നതായ പദമാണ്, അവരുടെ തത്വത്തിൽപ്പെട്ടതാണ്. ഹാച്ച്, മേച്ച്, ഡിസ്പാച്ച്, 3 ലക്ഷ്യമെന്നാണ്. 1ാമത്തെ കുളി കുട്ടി പുറത്തിറങ്ങി വരുമ്പോഴുള്ള കുളി, 2ാമത്തെ കുളി കല്യാണ രാത്രിയുള്ള കുളി, 3ാമത്തെ കുളി മരിക്കുമ്പോൾ പാച്ച് ചെയ്യാൻ വേണ്ടി ഉള്ളതായ കുളി. ഈ 3 കുളിയാണ് അവർക്ക് പരിചയം, വേറെ കുളിയില്ല എന്നാണ്. അതാണ് മറ്റു മതസ്ഥരിൽ നിന്നിട്ട് നേതൃത്വത്തിൻ്റെ വാക്കുകൾ, അവരുടെ തത്വങ്ങൾ. നാമോ ഒരു ദിവസത്തിൽ 5 കുളി, ഒരു ദിവസത്തിൽ 5 ശുദ്ധീകരണം. ഞാൻ പറഞ്ഞല്ലോ, 5 ശുദ്ധീകരണം. പ്രകടമായ മലിനപ്പെടാൻ സാധ്യതയുള്ള, ബാക്ടീരിയ കയറിക്കൂടാൻ സാധ്യതയുള്ള അവയവങ്ങളെയാണ് ശുദ്ധീകരിക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഏതോ ക്ലാസ്സുകളിൽ പള്ളിയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, കൂനു കശ്ശാമതി ബൈനൽ ഉമം,
മറ്റു സമൂഹങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ക്ഷാമ പോലെയാവണം എന്ന പദം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ഷാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അടയാളം, ചിലപ്പോൾ കല, നെഞ്ചിലോ എവിടെയെങ്കിലും ഉണ്ടാകും. അത് ആ മനുഷ്യൻ മറ്റാളിൽ നിന്നിട്ട് വ്യത്യസ്തമാകുന്നത് എന്നതുപോലെ മറ്റു ഉമമുകളിൽ നിന്നിട്ട് നിങ്ങൾ വ്യത്യസ്തപ്പെട്ടവരായി മാറണം. കോലത്തിലും പുരുഷന്മാരെ എല്ലാം കണ്ടാൽ നല്ല തടിയുള്ളവർ, അപ്രകാരം സ്ത്രീകളെ കണ്ടാൽ ഇസ്ലാമിക പർദ്ദയുള്ളവർ, അപ്രകാരം തന്നെ പുരുഷന്മാരും സ്ത്രീകളും 5 നേരത്ത് ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നവർ, ഏത് സമയത്തും ഏത് നിലക്കും ശുദ്ധിയായവർ. അതാണ് സഹോദരന്മാരെ, സഹോദരികളെ. അപ്പോൾ നാം സംസാരിച്ചു വരുന്നത് ശുദ്ധീകരണമെന്ന വാക്കിൻ്റെ പദാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ശൈലിയെക്കുറിച്ച് ഇവിടെ നിങ്ങൾ കേട്ടു. റാഗിബ് അസ്ബഹാനി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ തഹാറത്തിനെ കുറിച്ച് 2 ഇനമാണ് തഹാറത്ത്. ഒന്ന് തഹാറത്തുൽ ജിസ്മ്, മറ്റൊന്ന് തഹാറത്തുൽ നഫ്സ്. തഹാറത്തുൽ ജിസ്മ് നമ്മുടെ സബ്ജക്റ്റ്, തഹാറത്തുൽ നഫ്സ് അത് എല്ലാവരുടെയും സബ്ജക്റ്റ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. തഹാറത്തുൽ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മശുദ്ധീകരണം. ആത്മശുദ്ധീകരണം ഇല്ലാത്തവൻ എത്ര തന്നെ ശുദ്ധീകരിച്ചാലും, ഒരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്. 1 നമ്പർ 5 സ്റ്റാർ ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? നല്ല ഡേക്കോർ, പക്ഷേ അടിസ്ഥാനം ക്ലിയർ ഇല്ല, തറയില്ല. തറയില്ലാത്ത 5 സ്റ്റാർ ഹോട്ടലല്ല എത്ര നല്ല കെട്ടിടം കെട്ടിയാലും, എത്ര നല്ല ഡേക്കോർ ഉണ്ടെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? ഭൂമിക്ക് കണ്ട ആവശ്യമില്ല, എന്നാൽ നാം തന്നെ കുലിക്കുക, സാധനം വീഴും. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഡേക്കോർ കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഡേക്കോറിനേക്കാൾ മുഖ്യം എന്താണ്? അകത്തുള്ള ശുദ്ധീകരണം, അതാണ് മുഖ്യം. ആ ശുദ്ധീകരണം മക്കയിൽ വെച്ചിട്ട് നിങ്ങൾ ശുദ്ധീകരിക്കണം. ശിർക്കിൽ നിന്നിട്ട് ഹൃദയത്തെ ശിർക്ക് ചെയ്യുന്നവരോട് റസൂലിവിടെ വന്ന ശേഷം ഹിജ്റയുടെ 8ാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ 9ാമത്തെ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബ ഇറക്കിയ സന്ദർഭത്തിൽ അതിനെ അലിയിൻ്റെ കയ്യാല റസൂലുള്ള മക്കയിലേക്ക് അയച്ചപ്പോൾ അവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതായ ആയത്തിൽ റബ്ബ് പറഞ്ഞു, ഇന്നമൽ മുശ്രികൂന നജസ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അറക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശം നൽകി അള്ളാഹിനെ താഴ്ത്തി മറ്റുള്ളവരെ പൊക്കുന്ന വിഭാഗം അവരാരാണ്? നജസ്, അഴുക്കാണ്. അതാണ് ആത്മീയ നഫ്സിനെ ശുദ്ധീകരിക്കണമെന്ന് നാം പറഞ്ഞത്. അവരെക്കുറിച്ച് അള്ളാഹ് എന്ത് പറഞ്ഞു? അവർ നജസാണ്. ഫലാ യഖ്റുബുൽ മസ്ജിദൽ ഹറാമ, അവർ മക്കയിൽ അടുത്തു പോകരുത്. ബഅദ ആമിഹിം ഹാദാ, ഈ വർഷത്തിന് ശേഷം. ഒരു വർഷം നിങ്ങളുടെ 4 മാസം കൊടുത്തത് അള്ളാഹ് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സൂറത്ത് തൗബയിൽ പരിശോധിച്ചാൽ കാണാം. സൂറത്ത് തൗബ ബറാഅ എന്ന പേരിൽ നാം പഠിക്കുന്ന ബിസ്മി ഇല്ലാത്ത സൂറത്ത്. പല അഭിപ്രായമുണ്ട് എന്തുകൊണ്ട് ബിസ്മി ഇല്ല. അതിൽ പെട്ട ഒരു അഭിപ്രായമാണ് അതിൻ്റെ ആ സൂറത്തിൻ്റെ തുടക്കം തന്നെ അനുഗ്രഹത്തിൻ്റെ വാക്കല്ല എന്നതുകൊണ്ട്, ബിസ്മി അനുഗ്രഹത്തിൻ്റെ വാക്കാണ് എന്നതുകൊണ്ട് ജിബ്രീൽ ബിസ്മി ഓതിയിട്ടില്ല. തുടക്കം തന്നെ അള്ളയും അള്ളാൻ്റെ ദൂതരും നിങ്ങൾ നിട്ട് ഒഴിവ്, നിങ്ങൾ മുശ്രിക്കീങ്ങളാകുന്ന കാലത്തോളം ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്തിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന ശൈലിയാണല്ലോ തുടക്കം തന്നെ. അതെ. അപ്പോൾ തഹാറത്തുർ റൂഹ് അല്ലെങ്കിൽ തഹാറത്തുൻ നഫ്സ്. രണ്ടാമത്തത് തഹാറത്തുൻ നഫ്സ്. എന്തിനെ തൊട്ട്? വെറും ശ്രദ്ധിക്കുക, ചില ആൾക്കാർ പറയും, ശിർക്ക്, ഞാൻ മുവഹിദാണ്, ഞാൻ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, ഞാൻ അള്ളാഹിനോടേ ദ്വാരക്കാറുള്ളൂ, ഞാൻ ബിദ്അത്തൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷേ അതേ സമയത്ത് മൂപ്പര് ഏത് സമയത്ത് അശ്ലീലത്തിൻ്റെ മുമ്പിലാണ്, ഏത് സമയത്ത് സെക്സ് ഫിലിമിന് മുമ്പിലാണ്, ഏത് സമയത്തും മറ്റുള്ളവരുടെ ഗീബത്തും നമീമത്തും പറയുന്നതിന് തൊട്ട് മൂപ്പരുടെ നാവ് രക്ഷപ്പെടുകയില്ല. ഏത് സമയത്തും മുസ്ലിം അവൻ്റെ നാവിൻ്റെ ശല്യത്തെ തൊട്ടും കയ്യിൻ്റെ ശല്യത്തെ തൊട്ടും രക്ഷപ്പെടുകയില്ല. അപ്പോഴോ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ശരിക്കുള്ള ആത്മശുദ്ധീകരണം ആയിട്ടില്ല എന്നർത്ഥം. ആത്മശുദ്ധീകരണം അതാണ് മുഖ്യം ശാരീരിക ശുദ്ധീകരണത്തിനേക്കാൾ. വേറൊരു ശൈലിയിൽ പറഞ്ഞാൽ ശാരീരിക ശുദ്ധീകരണം ഫലിക്കണമെങ്കിൽ ആത്മശുദ്ധീകരണം ഉണ്ടായാലേ തീരൂ. ഇപ്പോൾ മനസ്സിലായല്ലോ. ആത്മശുദ്ധീകരണം ഉണ്ടായാലേ ശാരീരിക ശുദ്ധീകരണം ഫലിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എത്ര തന്നെ ഒതു പിടിച്ചിട്ടും കാര്യമില്ല, എത്ര തന്നെ കുളിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
അപ്പോൾ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കൂടുതൽ പാടുപെടേണ്ടത് എന്നതുകൊണ്ട് ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഹാറത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം വെച്ചപ്പോൾ തഹാറത്തുൻ നഫ്സ് ആദ്യം, പിന്നെ തഹാറത്തുൽ ജിസ്മ്. തഹാറത്തുൻ നഫ്സ് തർക്കുദ്ദുനൂബ് വൽ അമലു ലിസ്സലാഹ്, തെറ്റുകൾ ഉപേക്ഷിക്കുക, സംസ്കരിച്ച് ആത്മാവിനെ പൊക്കിയെടുക്കാൻ വേണ്ടി അമൽ ചെയ്യുക. നമ്മുടെ ആത്മാവേ പലപ്പോഴും പറഞ്ഞതാണ്, എന്നാലും മടക്കി പറയാം, കാരണം എല്ലാവരും പഠിക്കേണ്ടതാണ്. നാം ഏതെങ്കിലും ഒരു മരത്തെ നട്ട് അതിൽ വെള്ളം ഒഴിക്കാതെ, അതിൽ വളം ഇടാതെ വിട്ടാൽ അത് നശിക്കൂലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ആ വളമിടും പോലെ ഭക്ഷണം തീറ്റുന്നു ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി, ഭൗതിക ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി. മനസ്സിലായില്ലേ? ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് വേണം? ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അമലുസ്സാലിഹാത്ത് ചെയ്യണം, തെറ്റുകൾ നിന്നിട്ട് മുക്തരാവണം. ഇത് രണ്ടു കൂടിയാകുമ്പോഴാണ് ആത്മാവ് വളരുക. ഈ ആത്മാവ് വളരുമ്പോൾ വീര്യമുണ്ടാകുന്നു, അറിയാതെ സ്വബീക്ക് ഉണരുന്നു, അലറാം വരെ വെക്കേണ്ടി വരികയില്ല. പറയുന്നു ചിലർ, നമുക്കൊക്കെ അങ്ങനെ ആൾക്കാരെ കാണൽ പ്രയാസമാണ്. നിസ്കാര ടൈം ആകുമ്പോൾ ഇങ്ങനെ ഒരാൾ എന്നെ ഉണർത്തിയതുപോലെ ഞാൻ ഉണരുന്നു അങ്ങനെ പറയുന്നവരെ കേൾക്കാറില്ലേ, കാണാറില്ലേ? എന്താ കാരണം? അങ്ങനെ ട്രെയിനിങ് നൽകി ജീവിച്ചത് കൊണ്ടാണ്. ശരിക്ക് നമസ്കരിക്കാൻ അള്ളാനെ ഭയപ്പെട്ട് നമസ്കാര സമയമാകുമ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പാണ് ഉറങ്ങിയതെങ്കിലും മൂപ്പരൊന്ന് ഉണരും. അള്ളാഹ് തൗഫീഖ് ചെയ്യും അങ്ങനെയുള്ളവർക്ക്. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്, അല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ. നമ്മളിലേക്ക് വരാൻ തീരുമാനിക്കുന്ന പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് റബ്ബിൻ്റെ വാഗ്ദാനമാണ് കൂട്ടരെ. അതുകൊണ്ട് നാം പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ നാം അള്ളാഹിലേക്ക് നടന്നു പോകുമ്പോൾ അള്ളാഹ് ഓടി വരുമെന്നാണ് ഖുദ്സിയായ ഹദീസിൽ ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നാം നടക്കാൻ പരിശ്രമിക്കുക അല്പം അള്ളാഹിലേക്ക്. തെറ്റുകൾ നിന്നിട്ട് മുക്തരായി പാശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി പുതിയ പട്ടിക നിരത്തി വെക്കാൻ തീരുമാനിക്കുക. പ്രത്യേകിച്ച് ഉംറക്കാർ, പ്രത്യേകിച്ച് ഇവിടെ സന്ദർശനത്തിന് വേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നവർ ഇനി മേലിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ എവിടെയാണ് പോകുന്നതെങ്കിലും വിരോധമില്ല. ആ പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം മക്കീകരിച്ച് മദീനീകരിച്ച് സ്വർഗത്തോപീകരിച്ച് ഇസ്ലാമീകരിച്ച് ഖുർആാനീകരിച്ച് ജീവിക്കാനുള്ള സത്യപ്രജ്ഞ ഇവിടുന്ന് തന്നെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തോപ്പിന്റെ പരിസരത്തിൽ ഇരുന്നുകൊണ്ട് റബ്ബിനോട് കിണപ്പഴിച്ചുകൊണ്ട് ഹൃദയം തൊട്ട് കണ്ണുനീര് ധാരാക്കി ഒലിപ്പിച്ചിട്ട് കരഞ്ഞിട്ട് പോകൂ. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കും 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 ഇൻഷാ അള്ളാഹ് ലഭിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം എന്ത് പറഞ്ഞു വന്നു? ഇസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ അത് തൻഖിയത്തുൻ നഫ്സ് മിനൽ മആയിബ്, 2 ശുദ്ധീകരണം ഉണ്ടാവുക. രണ്ടാമത്തേത് തഹാറത്തുൽ ജിസ്മാണ്. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ശരീരം ശുദ്ധീകരിക്കുക. എന്തിനെ തൊട്ട്? റഫ്ഉ ഹദസിൻ ഔ ഇസാലത്തു നജസിൻ, അശുദ്ധിയെ ഉയർത്തലിലൂടെ. ഒരാൾ ജനാബത്തുണ്ടെങ്കിൽ ജനാബത്ത് ഉയർത്തലിലൂടെ, ഒതു പിടിക്കേണ്ടതുണ്ടെങ്കിൽ ഒതു പിടിക്കലിലൂടെ, അല്ലെങ്കിൽ ഇസാലത്തു നജസിൻ, നജസ് ബാഹ്യ നജസാണ് പറയുന്നത്. ബാഹ്യ നജസ് അഴുക്കുകൾ, കാഷ്ടം മൂത്രം പോലത്തതായ ആ ബാഹ്യ നജസുകളെ നീക്കലിലൂടെ. ഔ മാ മഅനാഹുമ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള വ അലാ സൂറത്തിഹിമ, ആ കോലത്തിലുള്ള. അതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കും. അതിൽ തയമ്മം വരും. ശുദ്ധീകരിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ വരും. കാരണം ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അദ്ദേഹം ചോരയിൽ പിരണ്ട് കിടക്കായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ബോധമുണ്ടെങ്കിൽ റബ്ബിൻ്റെ കൽപ്പന വരുന്നത് ഒതു പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക, അല്ലെങ്കിൽ ഒതു വേണ്ട. പക്ഷേ നമസ്കാര സമയം വരുമ്പോൾ നീ റബ്ബിനെ സ്മരിക്കാതിരിക്കാൻ പാടില്ല. അവനെ ഓർക്കണം. എന്നിട്ട് ഞാനിപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഞാനിപ്പോൾ നൃത്തത്തിലാണ്, ഞാനിപ്പോൾ റുക്കൂഇലാണ്, ഞാനിപ്പോൾ സുജൂദിലാണ് എന്ന് അവൻ്റെ ഹൃദയത്തിൽ കറക്കണം. എന്നാലും റബ്ബിനെ സ്മരിക്കാതെ അവൻ്റെ ടൈം, നമസ്കാര ടൈം അവൻ്റെ മുമ്പിൽ വിട്ട് കടക്കാൻ പാടുള്ളതല്ല. അവന് ബുദ്ധിയുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. എന്തുകൊണ്ട്? റബ്ബിൻ്റെ അനുഗ്രഹം അവനെ ഏത് സമയത്തും മുഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ഹാർട്ട് ചലിക്കുമ്പോഴെല്ലാം, അവൻ്റെ ചോര ചലിക്കുമ്പോഴെല്ലാം, അവൻ്റെ കിഡ്നി വർക്ക് ചെയ്യുമ്പോഴെല്ലാം, അവൻ്റെ ബംഗ്രിയാസ് വർക്ക് ചെയ്യുമ്പോഴെല്ലാം അവനെ അള്ളാഹു വലയം ചെയ്യുന്നത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഉടമയായ റബ്ബിനോടുള്ള ബന്ധം അറ്റുപോകുന്ന ഒരു സ്വഭാവം ഒരു മുസ്ലിമിൽ നിന്നിട്ട്, ഒരു മുസ്ലിമത്തായ പെണ്ണിൽ നിന്നിട്ട് ഉടലെടുക്കാൻ പാടുള്ളതേ അല്ല എന്നതാണ്. അതെ, ഈ പറഞ്ഞ അർത്ഥം, ഞാൻ പറഞ്ഞതായ തഹാറത്തുൽ ജിസ്മി എന്ന അർത്ഥം മഹാനായ ഇമാം നവവി, യഹ്യ ഇബ്നു ശറഫ് നവവി മജ്മുഇൽ പറയുന്നതായിട്ട് കണ്ടു. സഹോദരന്മാരെ, സഹോദരികളെ,
പിന്നെ ഈ ശുദ്ധി, ഇസ്ലാം പറയുന്ന ശുദ്ധി കുളി കൊണ്ടും വെള്ളം കൊണ്ടും മാത്രമുള്ള ശുദ്ധിയല്ല. നമ്മുടെ വസ്ത്രവും, ചില ആൾക്കാർ നമസ്കരിക്കുന്ന സമയത്ത് നല്ല വസ്ത്രം ധരിക്കുക, എല്ലാ സമയത്ത് എങ്ങനെയുമാവാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലരങ്ങനെയല്ല, എല്ലാ സമയത്ത് എങ്ങനെയുമാവാം, നമസ്കരിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള വസ്ത്രം ധരിക്കാം എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. എന്നാലും എനിക്കൊരു ഉപദേശമുണ്ട്, പള്ളിയിലേക്ക് ഏതായാലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് പോകരുത്. ജനങ്ങളോട് കൂടി ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോകുകയാണ് എന്നത് ഓർമ്മ വേണം. അതുകൊണ്ട് ഉള്ളതിൽ നല്ലത് ധരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹിൻ്റെ കൽപ്പനയാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? സൂറത്തുൽ അഅറാഫിൽ എന്ത് പറഞ്ഞു? ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഏത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ നമസ്കരിക്കാൻ എത്തുമ്പോൾ നിങ്ങൾ ഭംഗിയുള്ളവരായിട്ടായിരിക്കണം എത്തേണ്ടതെന്ന് റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പന വരുന്നു. മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി എന്ന അർത്ഥം മാത്രമല്ല, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് എന്ന സ്ഥലം. അത് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നവരെ എല്ലാവരെയും ബാധിക്കുന്നു. പിന്നെ വീട്ടിലുള്ള നമസ്കാരം പുരുഷന്മാർക്ക് സുന്നത്താണ്. സുന്നത്ത് നമസ്കാരം എവിടെ നിസ്കരിക്കണം? വീട്ടിൽ നിസ്കരിക്കണം. ഫർദ് എവിടെ നിസ്കരിക്കണം? പള്ളിയിൽ നമസ്കരിക്കണം. അതാണ് യാത്രക്കാരൊഴിച്ച് രോഗികൾ ഒഴിച്ച് അള്ളാഹു പ്രതിവിധി നൽകിയ ഒഴിവുകൾ നൽകിയ വിഭാഗം ഒഴിച്ച്. അതെ, നാം എന്ത് പഠിച്ചു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ നേരത്തെ പറഞ്ഞതായ ശിർക്ക് പോലത്തെ അഴുക്കെന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും കഅബ കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉപയോഗിച്ചതായ തഹാറത്ത് ഖുർആനിൽ അവിടെ എന്ത് പറഞ്ഞു? വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇസ് സുജൂദ്. പിന്നെ വതഹിറ ബൈതിയ, അല്ലേ? അങ്ങനെയുമുണ്ട്. ഇബ്രാഹിമിനോട് മാത്രം കൽപ്പിച്ച കൽപ്പനയുണ്ട്. സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ ബഖറയിലും പല ശൈലികൾ കാണാവുന്നതാണ്. ഒരിടത്ത് വതഹിറ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന, വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്അഇസ് സുജൂദ്. സൂറത്തുൽ ഹജ്ജിലാണത്. മറ്റത് സംഗതി ഒന്ന് തന്നെയാണ്. എന്ത്? സുജൂദ് ചെയ്യുന്നവർക്ക് വേണ്ടി, റുക്കൂഅ് ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് വേണം? ആ വീട്ടിനെ ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണത്തിൽ പ്രധാനപ്പെട്ട ശുദ്ധീകരണം എന്താണ്? പിൻകാലഘട്ടത്തിൽ ശിർക്കിന്റെ ഉടമകൾ വന്നിട്ട് ഹുബൽ പോലത്തെ ബിംബങ്ങളെ സ്ഥാപിച്ചു കഅബത്തിന്റെ അകത്ത്. കേട്ടിട്ടില്ലേ? ഇബ്രാഹിം പോയി, ഇസ്മായിലും പോയി അലൈഹിം അസ്സലാം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജുർഹും ഗോത്രക്കാര് ഇസ്മായിലിന്റെ ഉമ്മയുടെ കുടുംബം യമനിൽ നിന്നിട്ട് വന്ന് മക്ക ഭരിച്ചു. 1000ഓളം വർഷങ്ങൾ മക്ക ഭരിച്ചു. ജുർഹും ഗോത്രക്കാർ. അവരുടെ നേതൃത്വത്തിന്റെ പേരെന്താണ്? അമീർ സാഹിബ് സ്ഥലത്തില്ല അല്ലേ? അംർ ഇബ്നു ലുഹൈ. ആരാണത്? ആദ്യമായിട്ട് ബിംബത്തെ ഡമസ്കസിൽ പോയി, ഷാമിൽ പോയി, അല്ലെങ്കിൽ ലബനാനിൽ പോയി അവിടെയുള്ള അറബികൾ ബിംബങ്ങളെ പൂജിക്കുന്ന കണ്ടപ്പോൾ മൂപ്പര് ഇത് കണ്ട് പരിചയമില്ല. മൂപ്പര് ചോദിച്ചാൽ എന്താണ് ഇതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ എളുപ്പമാർഗം ഞങ്ങൾ അംഗീകരിച്ചതാണ്. ഇത് പ്രശ്നം പരിഹരിക്കുന്ന, രോഗം മാറ്റുന്ന ബിംബങ്ങൾ, അതുപോലെ തന്നെ മറ്റു ഭക്ഷണകാര്യാലയങ്ങൾ ഏറ്റെടുക്കുന്ന ബിംബങ്ങൾ, അങ്ങനെ ഓരോ വകുപ്പുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ മൂപ്പർക്കും തോന്നി ശരിയല്ലോ, എളുപ്പമാർഗ്ഗങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് മൂപ്പർക്കും തോന്നി. ഇബ്ലീസിൻ്റെ വഹ്യാണ്. അങ്ങനെ ജുർഹും ഗോത്രക്കാരായ 1000ഓളം വർഷങ്ങൾ മക്ക ഭരിച്ചതായ യമനികളായ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കുടുംബക്കാരായ ആ വിഭാഗത്തിൻ്റെ തലവനായ അംർ ഇബ്നു ലുഹൈയാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഹുബൽ എന്ന ബിംബത്തെ കാശ് കൊടുത്ത് വിലക്ക് വാങ്ങി കഅബത്തിൻ്റെ അകത്ത് സ്ഥാപിച്ചത്. അങ്ങനെയുള്ളതായ അഴുക്കിനെ ശുദ്ധീകരിക്കലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തത്ഹീർ എന്ന പദം നബിമാരോട് പറയുമ്പോൾ ഉപയോഗിക്കുന്നതായ പദം. പ്രത്യേകിച്ച് ഇബ്രാഹിം, ഇസ്മായിൽ, റസൂലുള്ളാഹി അതാണ് കാട്ടിയത്. മക്ക റിപ്പബ്ലിക് നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ കഅബത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഖുൽ ജാഅൽ ഹഖ് വ സഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന പദപ്രയോഗം നടത്തിയും കൊണ്ട് നബിയുടെ കയ്യിൽ ആ അമ്പ് കൊണ്ട് കുത്തി തകർത്തി തെരിപ്പണമാക്കിയത് ആരുടെ പേരിലുള്ള ബിംബമാണെന്നാണ് നാം പഠിച്ചു വരുന്നത്? ഇബ്രാഹിം, പിന്നെ ഇസ്മായിൽ, പിന്നെ ലാത്ത,
ലാത്ത, ഉസ്സ, അതുപോലെ തന്നെ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ, ഇതൊക്കെ എന്താണ്? സാലിഹീങ്ങളുടെ പേരിൽ പണ്ട് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതായ പ്രതിമകൾ. ഹമ്യർ ഗോത്രക്കാർക്ക് ഇന്ന ബിംബം, ഓരോ ഖുറൈശികൾക്ക് ഇന്ന ബിംബം, ഖുറൈശികളിൽ നിന്നിട്ട് തന്നെ മറ്റു അദവികൾക്ക് വേറെ ബിംബം, അബൂജഹലിന്റെ കുടുംബത്തിന് പിന്നൊരു ബിംബം, അങ്ങനെ പ്രത്യേക. അതുകൊണ്ടാണ് 360ഓളം ബിംബങ്ങളായി മാറിയത്. ഓരോ കബീലക്ക് ഓരോ ബിംബം, ഓരോ കബീലക്കാർ ആ ബിംബത്തിന്റെ കോലത്തിൽ തന്നെ വേറെ കുട്ടി ബിംബം ഉണ്ടാക്കിയിട്ട് കപ്പലിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും, യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും, വഴിയിൽ വെച്ചിട്ട് പൂജിക്കാൻ. അങ്ങനെയായിരുന്നു. ഈ മഹാമാരകമായ രോഗം പിടിപെട്ട വിഭാഗത്തിലേക്കാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നജസ്, അഴുക്കാണ് അവരെന്ന് പറഞ്ഞത്. കഅബയെ, മക്കയെ റസൂലും സഹാബത്തും ശുദ്ധീകരിച്ചത് അങ്ങനെയുള്ള അഴുക്കിൽ നിന്നിട്ടാണ് എന്നതാണ് പഠിച്ചത്. ആ ശുദ്ധീകരണത്തിലേക്ക് സൂചന നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വറുജുസ ഫഹ്ജുർ എന്ന് പറഞ്ഞത്. അതാണ് അല്ലാഹു വതഹിർ ബൈതിയ ലിത്തായിഫീന എന്ന വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്രകാരം രണ്ടാമത്തെ ഉദ്ദേശം തഹാറത്ത് ദുനൂബിൽ നിന്നിട്ടാണ് പറഞ്ഞു. അത് റബ്ബ് പറയുന്ന ശൈലിയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. ഖുദ് മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ വാങ്ങണം. സദഖതൻ, ധർമ്മത്തെ വാങ്ങണം. തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കാൻ. എന്തിൽ നിന്നിട്ട്? ധനസ്. എന്ത് ധനസാണ്? ഈ സമ്പത്ത് സകാത്ത് കൊടുക്കാതെ ആകുമ്പോൾ അത് അഴുക്ക് പെരേണ്ടതായി മാറുന്നു. ആ ശുദ്ധീകരണം വരണമെങ്കിൽ എന്ത് വേണം? അത് സറാപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ ശുദ്ധിയാവില്ല, അത് നാം ശുദ്ധീകരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ സക്കാത്ത് നാം പുറത്തെടുത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ശുദ്ധീകരണം. അതുപോലെ തന്നെ ഹലാൽ ഹറാമി എന്ന പദപ്രയോഗത്തിന് വേണ്ടി തഹാറത്തി എന്ന പദത്തെ റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ചതായിട്ട് കാണാവുന്നതാണ്. ഹൗലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും. ലൂത്ത് പറഞ്ഞു സമൂഹത്തോട്, അല്ലയോ സമൂഹമേ, നിങ്ങളെന്തിനാണ് പുരുഷ ബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നതായ മഹാപാപം ചെയ്തു കൂട്ടുന്നത്? എൻ്റെ പെൺകുട്ടികളെ നിങ്ങളിവിടെ കാണുന്നില്ലേ? അവരെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ വേണമെങ്കിൽ അവരാണ് നിങ്ങൾക്ക് ഏറ്റവും അത്ഹർ. നിങ്ങൾ തെറ്റിൽ നിന്നിട്ട് മോചനം നേടിയും കൊണ്ട് ശുദ്ധീകരിക്കാനുള്ള മാർഗം, വ്യഭിചാരം ഒഴിവാക്കി നിങ്ങൾക്ക് ശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള മാർഗം നല്ല പെൺകുട്ടികളെ കല്യാണം കഴിക്കുക എന്നതാണ്. എന്നല്ലാതെ നിങ്ങൾ ഈ കാട്ടുന്ന രൂപമല്ല. അള്ളാഹു അവരൊക്കെ നശിപ്പിച്ചതായ നാട്ടുകാരിലേക്ക് മക്കക്കാരുടെ സൂചന അള്ളാഹു നൽകുന്നു. ഒമാ ഖൗമു ലൂത്തിൻ മിൻകും ബിബഈദ്. മക്കക്കാരെ, ലൂത്ത് നബിയുടെ ഖൗമ് നിങ്ങളുടെ തൊട്ടല്ലേ, ദൂരല്ലല്ലോ. രണ്ട് ബുഅ്ദും അതിലുദ്ദേശിക്കാം എന്ന് പറഞ്ഞാൽ മസാഫത്ത്, ഭൂമിയുടെ ബുഅ്ദും ഉദ്ദേശിക്കാം, കാലഘട്ടത്തിൻ്റെ ബുഅ്ദും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കാലത്തിന് കുറച്ച് അടുത്ത കാലം മുമ്പല്ലേ ഇവിടെ അവർ താമസിച്ചത് എന്നും വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അടുത്തല്ലേ. ഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ വഫിൽ ലൈലി അഫലാ തുബ്സിറൂൻ. ഹാഫിദുകളില്ലേ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അവരുടെ നാട്ടിലേക്ക് പോവുകയും വന്നു വരികയും ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ലേ എന്നും പറയുന്നുണ്ട്. ഷദ്ദൂം എന്ന നാട്ടുകാരാണത്. ചാവുകടൽ എന്നും അവരുടെ ഉണ്ടായ നാട്ടിൽ അള്ളാഹ് പത്തിരി ചുടും പോലെ മേൽഭാഗം താഴ്ഭാഗമാക്കി മാറ്റിയതായ ആ നാട് ഇപ്പോഴും അവിടെ ഉള്ള ആ ഭാഗങ്ങളിൽപ്പെട്ട സ്ഥലത്തിൽ കടലുണ്ട്. ആ കടലിൽ ഇപ്പോഴും മീൻ ജീവിക്കുകയും ഇല്ല. അതിലേക്ക് അള്ളാഹ് സൂചന നൽകുകയാണ്. ഇതൊക്കെ ദൂരം പോകേണ്ടതല്ല, നിങ്ങൾക്ക് അടുത്തല്ലേ സംഭവിച്ചത്. ഇപ്പം നമ്മുടെ ഈ ജസീറ, ഈ നാം നിൽക്കുന്ന ഈ ജസീറയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഹഖാഫ് ഗോത്രക്കാർ അഥവാ യമനിൽ, അതുപോലെ തന്നെ നജ്റാനികളെ അള്ളാഹു നശിപ്പിച്ച സംഭവം. അപ്രകാരം തന്നെ എവിടെ മദായിൻ സാലിഹ് അഥവാ സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം ജീവിച്ചതായ നാട്, ഇതെല്ലാം ജസീറയുടെ അകത്ത് തന്നെയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച വിഭാഗമാണ്. എന്ത് കാരണത്താൽ? പരാക്രമികളായി ജീവിച്ച കാരണത്താൽ. എന്നാൽ അത്തരം തെറ്റുകളിൽ നിന്നിട്ടിപ്പോൾ മുക്തരായതുകൊണ്ടും ആ തെറ്റുകൾ ചെയ്യുന്നവർ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ടും അള്ളാഹ്ക്ക് നല്ലൊരു സ്നേഹമാണ് ഭൂമിയിലുള്ളവരോട്. അതുകൊണ്ട് ആ സൈസിലുള്ളതായ ശിക്ഷകൾ അള്ളാഹ് അവരെ ശിക്ഷിക്കാത്തതാണ് എന്ന് പറയാനുണ്ടോ? ഇല്ല. തെറ്റുകളൊക്കെ അങ്ങനെയുണ്ട്, അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്, അതിൽ കൂടുതൽ നടക്കുന്നുണ്ട്. പക്ഷെ പിന്നെ എന്താണ് സംഭവിച്ചത്? അള്ളാഹിൻ്റെ റസൂൽ ഒന്ന് പ്രാർത്ഥിച്ചു അള്ളാഹിനോട്,
എൻ്റെ ഉമ്മത്തുകൾ അത് എല്ലാവർക്കും ബാധകമാണ്. അത് അമുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ബാധകമാണ്. അവരെ നീ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു അദാബ് വാനലോകത്ത് നടക്കാൻ പാടില്ല എന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ സൈസിലുള്ളവർ എപ്പോഴെങ്കിലും സുനാമി വരും. 10 കൊല്ലത്തിൽ പ്രാവശ്യം, 5 കൊല്ലത്തിൽ പ്രാവശ്യം. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ സുനാമിയുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ ഭൂമിക്കിലുക്കത്തിൻ്റെ എണ്ണങ്ങൾ വർദ്ധിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ സുനാമി എന്ന് പറയുമ്പോൾ ഭൂമിക്കിൽക്ക് അല്ലാതായി മാറുന്നില്ലല്ലോ. അത് ഭൂമിയിൽ തന്നെയാണുള്ള സംഭവം അല്ലേ? അത് കടലിലാണ്, മറ്റത് കരയിലാണ്. അത്രേ ചേഞ്ച് ഉള്ളൂ. ഒന്ന് കടലിലാണ്, മറ്റൊന്ന് കരയിലാണ്. അത്രേ ചേഞ്ച് ഉള്ളൂ. അതെ, അവിടെ അള്ളാഹു പറഞ്ഞ ശൈലിയാണ് അതുപോലെ തന്നെ തഹാറത്തുൽ ഖൽബ് എന്ന ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഖുർആനിൽ സ്ത്രീകളെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. അവരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. അള്ളാഹിൻ്റെ കൽപ്പനയാണ്. വിശുദ്ധ ഫുർഖാൻ അലീമിൽ സൂറത്തുൽ ബഖറയിൽ 232 നമ്പർ ആയത്ത് പരിശോധിച്ചാൽ അള്ളാഹു ആ ഭാഗം സംസാരിക്കുന്നതായിട്ട് കാണാം. അള്ളാഹു പറയുന്നു 232 ആയത്ത്, വൈദാ തല്ലഖ്തുമുൻ നിസാഅ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫബലഗ്ന അജലഹുന്ന, അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, അഥവാ ഒരു തലാഖ് ചൊല്ലിയിട്ട് 3 മാസം കഴിഞ്ഞാൽ അവധി അവസാനിക്കുന്നു. ആ 3 മാസം കഴിയുന്നതിന് മുമ്പ് അവരെ നമുക്കെന്ത് ചെയ്യാം? നിക്കാഹില്ലാതെ മടക്കിയെടുക്കാം. അങ്ങനെ അവധി കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹന അസ്വാജഹുന്ന ഇദാ തറാദൂ ബൈനഹും ബിൽ മഅറൂഫ്. അഥവാ അവധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഭർത്താവിനെ അവരാവശ്യപ്പെടുകയാണെങ്കിൽ ആ സ്വന്തം ഭർത്താവിലേക്ക് തന്നെ അവരെ മടങ്ങുന്നതിൽ, ഒരു പ്രത്യേക നിക്കാഹോട് കൂടി തന്നെ മടക്കുന്നതിൽ, അതിൻ്റെ മുമ്പിൽ നിങ്ങൾ വിലങ്ങ് തടിയായി മാറരുത്, അതിനെ നിങ്ങൾ തടയരുത് എന്ന് വാപ്പമാരോട്, ആങ്ങളമാരോട്, അളാപ്പമാരോട്, ഔലിയാക്കളോട്, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്നവരോട് അള്ളാഹിൻ്റെ കൽപ്പന. ഇദാ തറാളൂ ബൈനഹും ബിൽ മഅറൂഫ്, അവർ പരസ്പരം ഭാര്യ ഭർത്തൃക്ക്, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വക്കാണമുണ്ടായിട്ട് ശ്രദ്ധിക്കാതെ തലാഖ് വന്നു പോയാൽ ആ സ്ത്രീകളെ ഒഴിവാക്കാതെ തന്നെ മടക്കിയെടുക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹ് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്ത് തള്ളാൻ പാടില്ല. നാമൊക്കെ എന്താ ഇന്ന് കാട്ടാ, ജഹാലത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ കൗമ് ആദ്യം പറയൽ തന്നെ 3 തലാഖ. 3 കുറച്ച് മുമ്പ് മൂപ്പർക്ക് അറിയുന്നേ ഇല്ല. ബൊംബെയിൽ ഒരാൾ 1000 ചൊല്ലിയെന്നാണ്, എന്നിട്ട് കാതിനടുക്കലേക്ക് പോയി എന്നാണ്. എന്ത് വേണം, 1000 തലാഖില്ല ഞാൻ, 3ൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്ത്, ബാക്കിയുള്ളത് വേറെ ആൾ ഇന്ന കാതിനെ നോക്കിക്കൊന്ന അയാളും പറഞ്ഞെന്നാണ്. കാരണം കിതാബിലില്ലല്ലോ 3-3-അപ്പുറമുള്ളതിൻ്റെ വിധി. അപ്പോൾ ആദ്യം തലാഖ് ചെല്ലുമ്പോൾ തന്നെ 3 ഒന്നിച്ച് ചെല്ലലാണ്. അപ്പോൾ ഒരു പഴുതില്ലാതാക്കി മാറ്റാൻ വേണ്ടി ദേഷ്യം കൊണ്ട് കോപ്പം കൊണ്ട് വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് തലാഖ് 1 ചൊല്ലുകയാണെങ്കിൽ തന്നെ, അങ്ങനെ ആർക്കെങ്കിലും വിവരമുള്ളത് കൊണ്ട് എൽമോട് കൂടി 1 ചൊല്ലുകയാണെങ്കിൽ തന്നെ ചെല്ലുകൊണ്ടൻ തന്നെ പൊടി എൻ്റെ മുഖം ഞാൻ കാണാൻ പറ്റില്ല ഇനി മുതൽ ഈ വീട്ടിൽ എന്ന് പറയും. അള്ളാഹ് പറയുന്നത് നിങ്ങൾ പുറത്താക്കരുത്, നിങ്ങളുടെ വീട്ടിൽ അവധി കഴിയുന്നത് വരെ ഇരുത്തണം, അവർക്ക് ഭക്ഷണം നൽകണം, അവരെ തീറ്റിപ്പിക്കണം. എന്തിനാണ്? വീണ്ടും മടങ്ങട്ടെ, നന്നാവട്ടെ എന്ന പ്രതീക്ഷ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്. അങ്ങനെ അഥവാ അവധി കഴിഞ്ഞാൽ ഫലാ തഅദുലൂഹുന്ന യൻകിഹന അസ്വാജഹുന്ന ഇദാ തറാളൂ ബൈനഹും ബിൽ മഅറൂഫ് ദാലിക യുഅദു ബിഹി മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഉപദേശമാണിത്. അവർക്കേ ഫലിക്കൂ എന്ന് പറയും പോലെ ഇത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്കേ ഇത് ഫലിക്കുള്ളൂ എന്ന്, അല്ലാത്തവർക്ക് ഫലിച്ചോണമെന്നില്ല. ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. നിങ്ങൾക്ക് ആത്മശുദ്ധീകരണം ലഭിക്കാൻ മറ്റു എല്ലാ ശുദ്ധീകരണവും, സ്വന്തം പെണ്ണിലേക്ക് മടങ്ങുക, വ്യഭിചാരത്തിൽ നിന്നിട്ട് അവളെ രക്ഷിക്കുക, നീയും രക്ഷപ്പെടാം, അങ്ങനെയുള്ള ശുദ്ധീകരണത്തിന് അത് അനിവാര്യമാണ്. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം എന്നതാണ് ഇവിടെ ഉദ്ദേശം എന്ന് സലഫ് സാലിഹ്യങ്ങൾ പറയുന്നു. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദപ്രയോഗം ഈ ആയത്തിൽ നടത്തിയത് എന്നതാണ് പഠിച്ചു വന്നത്. അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനെ കുറിച്ച് അള്ളാഹു തഹാർത്തി എന്ന പദപ്രയോഗം ഖുർആൻ നടത്തി. ഞങ്ങൾ
സന്ദർശകർ പ്രയാസപ്പെടരുത്. ഞങ്ങൾ പതിവനുസരിച്ചിട്ട് വേലക്കാരും ജോലിക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ 11 മണിയാകുന്നത് കൊണ്ട് താമസിച്ച് ആരംഭിച്ചാൽ 12, 12:15, 12:30 ആവും നിർത്തുമ്പോൾ. അതുകൊണ്ട് മുഷിയരുത്, സന്ദർശകർ പ്രയാസപ്പെടുകയും ചെയ്യരുത്. ശുദ്ധീകരണം പറയുമ്പോൾ സന്ദർശകരെ ബാധിക്കുന്ന ഭാഗത്തിലേക്ക് നീങ്ങി വീണ്ടും ഞങ്ങളുടെ വിഷയത്തിലേക്ക് ഞങ്ങൾ മടങ്ങും. മസ്ജിദ് ഖുബ ശുദ്ധീകരണത്തിൻ്റെ ചിഹ്നമായിട്ട് അള്ളാഹ് എടുത്ത് പറയുന്നു. അല്ലേ? എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ മദീനയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചതായ സന്ദർഭത്തിൽ 1432 വർഷം മുമ്പുള്ള ഒരു റബീഉൽ മാസത്തിൽ മദീനയിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവിടെ ബനു ആംർ ഇബ്നു ഔഫിൻ്റെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതരോട് റസൂലുള്ളാഹി കൽപ്പിച്ചതനുസരിച്ചിട്ടായിരിക്കാം അവിടെ ഒരു പള്ളി കെട്ടി. പക്ഷേ ആ പള്ളിയെ ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ നമ്മുടെ ശുദ്ധാത്മാക്കളായ നേതാക്കൾക്കുള്ള ചിഹ്നവും അവരുടെ അഡ്രസ്സും അവരെ പരിചയപ്പെടാനും അവരെ ആദരിക്കാനും അള്ളാഹ് കെട്ടിയതായ പള്ളിയാണെന്ന് പരിചയപ്പെടുത്തി. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ. ആദ്യ ദിവസത്തിൽ നിങ്ങൾ മദീനയിൽ ഖുബയിൽ കാൽ വെച്ചപ്പോൾ കെട്ടിയ പള്ളി, ആ പള്ളിയിൽ നമസ്കരിക്കുന്നവർ ആത്മശുദ്ധീകരണത്തെയും മറ്റു ശാരീരിക ശുദ്ധീകരണത്തെയും ആഗ്രഹിക്കുന്ന വിഭാഗമാണ്. അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധിയുള്ളവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ശുദ്ധിയുള്ളവർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. റസൂൽ പറയുന്നു, ഡ്രസ്സിങ് ഇവരെ നടത്തുമ്പോൾ പുരുഷന്മാർ പ്രത്യേകിച്ച് വെളുത്ത ഡ്രസ്സ് ധരിക്കാൻ പരിശ്രമിക്കുക, അല്ലെങ്കിൽ വെളുത്തതിനോട് അടുത്തത് ധരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് നല്ലത്. കാരണം വെളുപ്പ് വരുമ്പോൾ ശുദ്ധിയോട് അടുത്ത ഒരു ചിഹ്നമായി അത് മാറുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിന് സമാധാനം വർദ്ധിക്കുന്നു എന്ന ശൈലി റസൂൽ ഉപയോഗിച്ചതായിട്ട് കാണാം. റസൂൽ കളറുള്ളത് ധരിക്കൽ ജീവിതത്തിൽ വളരെ ചുരുക്കമാണ്, വളരെ ദുർലഭമാണ്. പ്രത്യേകിച്ച് നബിയുടെ ഖമീസുകളോ അതുപോലെ നബിയുടെ ഇസാറോ. മൻ നദുഫ തൗബുഹു ഖല്ല ഹമ്മുഹു മൻ താബ റീഹുഹു സാദ അഖലുഹു എന്ന് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിയെ പോലത്തവരെ കുറിച്ച് പറയപ്പെടാറുണ്ട്. മൻ നദുഫ തൗബുഹു ഖല്ല ഹമ്മുഹു. ഒരാളുടെ വസ്ത്രം ശുദ്ധിയായാൽ അവൻ്റെ ഹമ്മ് കുറയും. അങ്ങനല്ലേ? നാം കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റുമ്പോൾ നമുക്കൊരു ഹൃദയത്തിന് ഒരു സമാധാനം വരുന്നുണ്ടല്ലോ. മൻ താബ റീഹുഹു, അവൻ്റെ വാസന നല്ലതാണെങ്കിൽ, നല്ല സ്മെല്ല്, നല്ല ഇത്തർ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ കൂറയെ കൊല്ലാൻ വേണ്ടിയുള്ള സ്പ്രേ അല്ല കേട്ടാ, നല്ല ഇത്തറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, മൻ താബ റീഹുഹു സാദ അഖലുഹു, അവൻ്റെ അഖല് ബുദ്ധി വികസിക്കാൻ അത് സഹായകമാകും എന്ന് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിയെ പോലത്തവരിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന പദങ്ങളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽബസു അൽ ബയാൽ ലിബാസ് അൽ ബയാൽ ഫഇന്നഹ അത്ഹറു വഅത്യബു എന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ സാധിച്ചു. അതിനെ ചിലർ ഹസനാക്കി ക്രോഡീകരിച്ചതായിട്ടും സ്ഥിരീകരിച്ചതായിട്ടും കാണാൻ സാധിച്ചു. അപ്പോൾ അൻസാറുകളുടെ നാടായ മദീനയിൽ കൃഷിക്കാരവരിൽ നിന്നിട്ട് പ്രത്യേകം താമസിച്ച നാടായ ഖുബായിൽ കെട്ടിയതായ പള്ളിയിൽ നമസ്കരിക്കുന്നവരെ ആദരിച്ചുകൊണ്ട് ഇറക്കിയ ആയത്തിൽ തഹാറത്ത് എന്ന പദപ്രയോഗം അള്ളാഹു നടത്തി എന്നതുകൂടി ഇവിടെ പറയുമ്പോൾ നമ്മുടെ വിഷയവുമായി ടച്ചാകുന്നതായ ഒരു ചർച്ചയായി. അതോടൊപ്പം സന്ദർശകർ പഠിക്കേണ്ട ഭാഗവുമാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെയുള്ള ഒരു ആയത്തിറക്കി? അവിടെ പള്ളി കെട്ടിയ ആ നാട്ടുകാരും മിക്കവാറും അൻസാരി നേതാക്കളാണ്. ഈ ഇസ്ലാമിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ, ആ മുഹാജിറുകളെ സ്വീകരിക്കാൻ ഒരുങ്ങിയ ഈ നാട്ടിൽ മുൻപന്മാരാണ് ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ ആര്? ആ നാട്ടുകാർ എന്ന് മാത്രമല്ല, അതിനെതിരിൽ പള്ളി കെട്ടിയവരെ അള്ളാഹ് അവഗണിച്ചിട്ടാണ് ഈ ആയത്തിറക്കിയത്. അതേത് പള്ളിയാണ്? ളിറാർ പള്ളി. അതും ഖുബാ പള്ളിയുടെ മുൻഭാഗത്താണ്. കൃത്യമായിട്ട് എവിടെയെന്ന് ഇന്ന് വരെ ആർക്കും അറിയുകയില്ല. കാരണം ബാത്തിലിൻ്റെ സ്വഭാവം അതാണ്. ബാത്തില് അസത്യം എന്നും നാമാവശേഷപ്പെടുന്നു, ലോകത്ത് അറിയപ്പെടാതെയായി മാറുന്നു. ഇസ്ലാമിനെതിരിൽ ഗൂഢാലോചന നടത്താൻ, പ്ലാനിങ് പരിപാടി നടത്താൻ ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദു ളിറാർ. അതിനെ തകർത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളതുകൊണ്ട് റസൂൽ അതിനെ എന്ത് ചെയ്തു?
ചാമ്പലാക്കി കളഞ്ഞു, ചുട്ടുകരിച്ച് ചാമ്പലാക്കുകയോ തകർത്തുകയോ ചെയ്തു. അതിനെ അവഗണിച്ചിട്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇതാണ് നിങ്ങൾ നമസ്കരിക്കാൻ ബാധ്യസ്ഥ, അല്ലാതെ അതല്ല. അതാണ് ലാ തഖും ഫീഹി അബദാ, നിങ്ങൾ അതിൽ നിന്ന് പോകരുത്, നമസ്കരിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിച്ചതായ ആ പള്ളിക്കെതിരിൽ അള്ളാഹു നിലനിർത്തി സ്ഥാപിച്ച് ആദരിച്ചതായ ഈ പള്ളിയിൽ നമസ്കരിക്കുന്നവരാണ് ആര്? ശുദ്ധീകരണത്തെ ആഗ്രഹിക്കുന്നവര്. അള്ളാഹ് അവരെ സ്നേഹിക്കുന്നു എന്നും നാമും അള്ളാഹ് സ്നേഹിക്കുന്നവരായി മാറാൻ നാമും എന്നും ശുദ്ധിയുള്ളവരും ശുദ്ധി പഠിപ്പിക്കുന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊക്കെ കൈ കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്നിട്ട് തട്ടുന്ന മിസ്കിൻ്റെ വാസന കുറേ ദിവസം ഞങ്ങളുടെ കയ്യിലുണ്ടാകുമെന്ന് സഹാബാക്കൾ. നബിയുടെ കൈ പിടിച്ച് നബിയുമായിട്ട് ഹസ്തദാനം നടത്തിക്കഴിഞ്ഞാൽ നബിയുടെ കയ്യിൽ നിന്നിട്ട് വരുന്നതായ സുഗന്ധവാസന ഞങ്ങളുടെ കയ്യിൽ ധാരാളം ദിവസങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഏത് സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാസനദ്രവ്യം പൂശിക്കൊണ്ടേ ഇരിക്കുമെന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അള്ളാഹു നൽകുന്നതായ പ്രത്യേക മുഅ്ജിസത്താണത്, അമാനുഷികത്തെ കഴിവാണ്, റസൂലിനെ ആദരിച്ചുകൊണ്ട് നൽകുന്നതായ ഭാഗവും കൂടിയാണ് എന്നും വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അതെ, ശുദ്ധീകരണം വ്യഭിചാരം പോലത്തതായ അനാചാരം ചെയ്യുമ്പോൾ മനുഷ്യൻ നീച പ്രവർത്തനം ചെയ്യുന്ന ആളായി മാറുന്നത് കൊണ്ട് അഴുക്കിൽ പെരണ്ടു പോകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഖറബു സിന, വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. എന്തുകൊണ്ട്? നാം ഈമാനില്ലാത്തവരാണ്, ഉണ്ടെങ്കിൽ തന്നെ ശേഷികെട്ട ഈമാനാണ്. അപ്പോൾ ശേഷികെട്ട ഈമാൻ്റെ ഉടമകൾ അപകടത്തിലേക്ക് പെട്ടാൽ, സെക്സ് ഫിലിം നോക്കുമ്പോൾ അല്ലെങ്കിൽ തോന്നിവാസം കാണുമ്പോൾ, അന്യ സ്ത്രീകളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ തന്നെ ഭാര്യ കൂടെ ഇല്ലാത്തവരാണെങ്കിൽ ഏത് സമയത്തും അപകടത്തിൽപ്പെടാൻ മനുഷ്യൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള യുഗമാണ് ഇന്നത്തെ യുഗം. അങ്ങനെയുള്ള യുഗത്തിൽ മനുഷ്യനോട് റബ്ബ് കൽപ്പിക്കുന്നത്, മുസ്ലിമോട് കൽപ്പിക്കുന്നത് എന്താണ്? മാധ്യമങ്ങൾ ഒഴിവാക്കണം. ഏത്? വ്യഭിചാരത്തിലേക്ക് നമ്മെ തെളിക്കുന്നതായ, പ്രേരണ നൽകുന്നതായ, നമുക്ക് ആവേശവും ആഗ്രഹവും ഷഹ്വത്തും നൽകുന്നതായ കാഴ്ച കാണരുത്, കേൾവി കേൾക്കരുത്, വാക്ക് പറയരുത്, കാര്യങ്ങൾ ചിന്തിക്കരുത്. ഇതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് മറിയമിനെ ആദരിച്ച ശൈലി, മറിയം ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് മോചിച്ച മഹാചിഹ്നമായി ലോകത്തിന് മുമ്പിൽ മാറിയ പെണ്ണാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു പറയുന്നു, യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി, മറിയമേ അള്ളാഹ് നിന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്, വതഹറകി, നിങ്ങളെ അള്ളാഹു ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്, വസ്തഫാകി, നിങ്ങളെ സെലക്ട് ചെയ്തത് അലാ നിസാഇൽ ആലമീൻ, ലോക മുസ്ലിം സ്ത്രീകളേക്കാൾ നിങ്ങളെ റബ്ബ് ശുദ്ധീകരിച്ചുകൊണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റബ്ബിൻ്റെ സെലക്റ്റിൽപ്പെട്ടതായ, റബ്ബ് സെലക്ട് ചെയ്തതായ ആ ദാസി, ആ അടിമ സ്ത്രീ ആരാണത്? അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസിയായി ജീവിച്ചതായ നമ്മുടെ ഉമ്മ മറിയം അലൈഹസ്സലാം. അവരെ ഇത്തരം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് തഹാറത്തി എന്ന പദമാണ്. ഞാൻ നിർത്താൻ പോവാണ്, നമ്മുടെ ടൈം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.